എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമ്മൾ ഇന്നലെ ലളിതാ സഹസ്രനാമം നമ്മൾ അറിയാത്ത ഇടവഴികളിലൂടെയുള്ള ഒരു സഞ്ചാരം. രഹസ്യ സഹസ്രനാമം എന്താണ്? ലളിതാ സഹസ്രനാമത്തില് ഒളിഞ്ഞു കിടക്കുന്ന മുത്തുക്കള്. ഇങ്ങനെയുള്ള പല പല വിചിന്തനങ്ങളിലൂടെയാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു നമ്മുടെ ജംബൂ ദ്വീപം എന്ന് പറയുന്ന ഭാരതഖണ്ഡം. അപ്പൊ അതിന് ചുറ്റുമുള്ള ഉപ്പ് ലവണ സമുദ്രം, പാല്, തൈര്, കരിമ്പ് നീര് തുടങ്ങിയ പല സമുദ്രങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഇതിലെ പാൽക്കടലിൽ നമുക്കറിയാം വിഷ്ണു ഭഗവാനാണ് ശയിക്കുന്നത്. അപ്പൊ ശരീരവുമായിട്ട് നമ്മളിത് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓം ഭൂർ ഭുവ സുവ എന്ന് പറയുന്ന ആ ഒരു ലോകങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളാണെന്ന് നമുക്ക് പറയാം. കാരണം ഈ എപ്പോഴും ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും തമ്മിൽ അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. അത് അഭേദ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ മിനിയേച്ചർ ഫോം, ബ്രഹ്മാണ്ടത്തിന്റെ മിനിയേച്ചർ ഫോം തന്നെയാണ് പിണ്ടാണ്ടം. ഇപ്പൊ ദേവി ഇരിക്കുന്നത് അമൃതക്കടലിന്റെ മധ്യത്തിലെ മണിദ്വീപത്തിലെ ചിന്താമണി ഗ്രഹത്തിലാണ്. ഈ മണിദ്വീപം താത്വികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശിരസിലാണ് അമൃത സരസ് എന്ന്. അമൃത സരസ് എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന്റെ, അമൃതമായിരിക്കുന്ന ജ്ഞാനത്തിന്റെ നടുക്കുള്ള ഒരു ബോധത്തിന്റെ വിലാസ കേന്ദ്രം, അതാണ് മണിദ്വീപം എന്ന് പറയാം. അപ്പൊ നമ്മൾ വേദത്തിൽ പറയുകയാണെങ്കിൽ ജീവാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന അങ്കുഷ്ടാഭ്യം പുരുഷ എന്ന് പറയുന്നത് നമ്മുടെ ഹൃത്പത്മത്തിലായിരിക്കുന്നത്. താന്ത്രികമായിട്ട് പറയുകയാണെങ്കിൽ കുണ്ടലിനി ശക്തിയായിട്ടിരിക്കുന്നത് മൂലാധാരത്തിലും, ദേവി ആ ഒരു അമൃത സമുദ്രം എന്ന് പറയുന്ന സഹസ്രാര പത്മം, അവിടുത്തെ 1000 ന്യൂറോൺസ് ആണ്. അവിടെ നിന്ന് ഒഴുകുന്ന അമൃത സുധ, അതാണ് അമൃത സരസ് എന്ന് പറയുന്നത്. അപ്പൊ അമൃതമായ ജ്ഞാനം മാത്രമേ ഉള്ളൂ നശിക്കാത്തതായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളെ എന്തൊക്കെ ഇനി ഈ ഒരു മെറ്റീരിയൽ വേൾഡില് ഭൗതികമായിട്ട് ഈ ഒരു പ്രപഞ്ചത്തില് എന്തൊക്കെ നേടിയാലും ജ്ഞാനത്തിന്റെ ഏതൊക്കെ വഴികൾ, ജ്ഞാനം എന്ന് പറയുന്നതും ആ ഒരു അറിവ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അറിവെന്ന് പറയുന്ന ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചുള്ള അറിവ്. അതിലിനി എത്രയൊക്കെ ഡിഗ്രികൾ നമ്മൾ എടുത്താലും നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ജ്ഞാനം മാത്രമേ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പൊ അമൃതമായിരിക്കുന്ന ജ്ഞാനം എന്ന് പറയുമ്പോൾ മൃതമല്ലാത്തത്, ബാക്കിയെല്ലാം മൃതമാണ്. ശരീരവും ശരീരത്തിനോട് ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലെ ഓരോന്നും എല്ലാം ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ട്. മൃതം എന്ന് പറഞ്ഞാല് എന്താ പറയാ, അത് അമരത്വമല്ല, അത് ജഗത്ത് എന്ന് പറയുമ്പോൾ തന്നെ അത് ട്രാൻസ്ഫോർമേഷൻ, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ശരീരവും നമുക്ക് എന്നും നിലനിർത്താൻ പറ്റില്ല. പ്രപഞ്ച വസ്തുക്കളെ പോലെ തന്നെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് മാറും. അപ്പൊ ഈ മാറാതിരിക്കുന്ന, അമൃതമായിട്ടിരിക്കുന്ന, ഒരിക്കലും നശിക്കാത്ത, അക്ഷരമായിട്ടിരിക്കുന്ന, അമൃതമായിരിക്കുന്ന ജ്ഞാനത്തിന്റെ നടുക്കമുള്ള ഒരു ബോധവിലാസ കേന്ദ്രമാണ് മണിദ്വീപം. അപ്പൊ ബോധം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബ്രഹ്മവിദ്യ, ബോധം ഇതൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ മണിരത്നം, അതായത് മണികളാൽ നിർമ്മിച്ചിരിക്കുന്ന, നമ്മൾ ഇന്നലെ കണ്ടു ഈ ന്യൂറോൺസ്, ഇതിനകത്തുള്ള ആ ഒരു ജലം, ന്യൂറോൺസ് ഡ്രൈ ആവുമ്പോൾ നമുക്ക് മെമ്മറിയൊക്കെ നഷ്ടപ്പെടും. നമ്മുടെ പാസ്റ്റ് അനേക ജന്മത്തിൽ നമുക്ക് റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. നമ്മുടെ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗം മെഡിക്കലി നോക്കുകയാണെങ്കിൽ വളരെ ചുരുണ്ട് ഇങ്ങനെ കിടക്കണം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ട്. ഒന്ന് നമ്മുടെ ഇമോഷണലാണ്, ഒന്ന് ഇന്റലക്ച്വൽ ആണ്. അതിങ്ങനെ ചുരുണ്ട് കിടക്കുന്നതാണ്. അനേക വർഷങ്ങളിലായിട്ടുള്ള നമ്മുടെ അറിവുകളെല്ലാം നമ്മൾ എങ്ങനെയാ ഒരു മണം തിരിച്ചറിയുന്നത്? ഒരു കാഴ്ച കാണുമ്പോൾ എപ്പോഴോ കണ്ടതാണെന്നുള്ള തിരിച്ചറിവ്. അപ്പൊ എത്രയോ ജന്മങ്ങളിലെ അറിവുകളെല്ലാം നമ്മുടെ ശിരസിലാണ്, നമ്മുടെ ഈ ബ്രെയിനിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രെയിനിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ബ്രെയിൻ ഡെത്ത് വന്നാൽ അതിനകത്തുള്ള എന്തെങ്കിലും ന്യൂറോൺസിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് പ്രപഞ്ചവുമായിട്ട് പിന്നെ ഒരു ബന്ധം ഉണ്ടാവില്ല. അവർക്കൊന്നും അറിയാൻ പാടില്ല, ഒന്നും. പിന്നെ അവർക്ക് ആ ഒരു ബോധ കേന്ദ്രം കട്ട് ഓഫ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി കട്ട് ഓഫ് ചെയ്യും പോലെ നമുക്ക് അതിനകത്തിരിക്കുന്ന അറിവുകളിലൂടെ ഈ ഒരു ശക്തി പ്രവഹിക്കുമ്പോഴാണ് നമുക്ക് അറിവ് എന്ന് പറയുന്നത്. അത് അറിയുന്ന ആള് വേറെ, അറിവ് വേറെ. അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ, ഒരു മെറ്റീരിയൽ വേണം അറിയാനായിട്ട്. അപ്പൊ ഫ്രിഡ്ജിലൂടെ നമുക്ക് തണുപ്പ് അനുഭവിക്കാം. പക്ഷെ ഫ്രിഡ്ജിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് തണുപ്പ് കിട്ടില്ല. അതുപോലെ ഒരു മീഡിയം, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു മീഡിയമാണ്. നമുക്ക് പൂർവ്വകാലത്ത്, പാസ്റ്റ്, പ്രസന്റ്, നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അങ്കലാപ്പുകൾ, പല കാര്യങ്ങളും, മെമ്മറീസ് മുഴുവനും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ബ്രെയിനിന്റെ പല പല സെൽസിലാണ്. അപ്പൊ അവിടെ
അതിന്റെ നടുക്ക്, അമൃതക്കടലിന്റെ നടുക്ക് ചിന്തകളുടെ, ഈ മണിരത്നം എന്ന് പറയുന്നത് ഈ 1000 ന്യൂറോ, ഈ നശിക്കാത്തതിനെ എല്ലാമാണ് അമൂല്യമായിട്ടുള്ളതാണ് രത്നം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ഓർമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് ജീവിതത്തിൽ ഒന്നും ഇല്ല, അവന് പിന്നെ ഒന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു ഡെഡ് വെജിറ്റബിളിനെ പോലെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കിടക്കാനേ പറ്റും, ഒന്നും അറിയാത്ത അവസ്ഥ. അപ്പൊ നമുക്ക് അറിവിന്റെ കേന്ദ്രം, ബോധത്തിന്റെ കേന്ദ്രം, അതാണ് ഈ പറഞ്ഞ എന്താ പറയാ ഈ 1000 ന്യൂറോൺസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒഴുകുന്ന ആ ജലം കൊണ്ട് ഈ കുണ്ടലിനി എന്ന് പറയുന്ന പാമ്പ്, ആ ഒരു പാമ്പ് എപ്പോഴും നനഞ്ഞു കിടക്കുന്നുവെന്നും, അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രാണശക്തി കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. ഈ മണിദ്വീപം എന്ന് പറയുന്ന മണിരത്നങ്ങളാൽ ചിന്താമണി രത്നങ്ങളാൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു മണിദ്വീപില് ആണ് ഈ ദേവി ഇരിക്കുന്നത്. അപ്പൊ ബോധ കേന്ദ്രം, നമ്മുടെ പ്രധാനപ്പെട്ട ബോധ കേന്ദ്രമാണ് ഈ മണിദ്വീപം. ഈ സമുദ്രമഥനമാണ് നമ്മുടെ ചിന്തകളിലൂടെ നടക്കുന്നത്. അവിടെ നിന്ന് വേണം നമുക്ക് ബോധ കേന്ദ്രമായിരിക്കുന്ന ചിന്താമണി ഗൃഹപ്രവേശം സാധ്യമാകുവാൻ. അപ്പൊ ഇതാണ് ദേവിയുടെ ധാമം. അപ്പൊ ദേവി ഇരിക്കുന്നത് എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ എന്ന് ചോദിച്ചാല്, പ്രാണശക്തിയായിട്ടിരിക്കുന്നത് മൂലാധാരത്തിലും, ദേവി ശിവശക്തി ഐക്യരൂപിണിയായിട്ട് പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെയും കേന്ദ്രസ്ഥാനമായിട്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ആ ഒരു മഹാബൈന്ദവ സ്ഥാനം, ബിന്ദു സ്ഥാനത്തിലാണ് ഈ പറയുന്നത് ദേവിയുടെ ചിന്താമണി ഗ്രഹം. അപ്പൊ നമുക്ക് ഈ ലവണ സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താ? ഭവസമുദ്രം. നമ്മൾ ജീവിക്കുന്നത് അവിദ്യയുടെ, അജ്ഞാനത്തിന്റെ ആ ഒരു സമുദ്രത്തിലാണ് അല്ലെ, ഒരു വലിയ സമുദ്രമാണത്. കാരണം ജനിക്കുമ്പോ തന്നെ നമ്മുടെ കൂടെ ഉള്ള ആണവമലം, പിന്നെ ഉണ്ടാകുന്ന മായികമലം, ഞാന് നീ എന്നുള്ള ഡ്യുവാലിറ്റി, ഇപ്പൊ കർമ്മങ്ങൾ എന്തൊക്കെയോ നേടാൻ ചെയ്യുന്ന കർമ്മങ്ങളെ മായികമലം, അങ്ങനെ 3 മലത്രയങ്ങളാണ് നമുക്ക് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗ്രന്ഥികളുമായിട്ട് ബന്ധിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അവിദ്യയുടെ അജ്ഞാനത്തിന്റെ സമുദ്രമാണ് നമ്മൾ ജനിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഉപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഉപ്പ് എന്താണ്? മധുരവും ഉപ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാണാൻ ഒരുപോലെ ഇരിക്കുമെങ്കിലും ഉപ്പ് എന്ന് പറയുന്നത് ഒരു ശകലം കൂടിക്കഴിഞ്ഞാൽ അരുചിയാണ് അല്ലേ. നമുക്കൊരു രുചി വേണമെങ്കിൽ ഉപ്പ് വേണം, പക്ഷെ ഒരു ശകലം കൂടിയാലോ? ഉപ്പ് കൂടാൻ പാടില്ല. അപ്പൊ അത് നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. അതേസമയം മധുരം കുറച്ച് കൂടിയാലും കഴിക്കാൻ പറ്റും. അപ്പൊ ഈ ഉപ്പ് എന്ന് പറയുന്നത് എന്താ പറയാ, സമുദ്രത്തിൽ ഉപ്പ് എന്ന് പറയുമ്പോൾ സർവ അഴുക്കിന്റെയും പതനാണ്. അതായത് ക്ഷാരരസം എന്ന് പറയും. ഇപ്പൊ നമ്മുടെ കർമ്മങ്ങളെല്ലാം എന്താ? ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങള് കാമ്യ ദുഃഖ ദോഷകർമ്മങ്ങള്. നമ്മൾ ഈ വീണ്ടും ഭൂമിയിൽ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള്. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ, അത് നമുക്ക് ദുഃഖം തരുന്നു. ചില ദോഷകർമ്മങ്ങൾ ചെയ്യുന്നു, അതിന്റെയൊക്കെ ഫലം ആയിട്ടാണ്, അതിന്റെ ഫലത്തായിട്ടാണ് നമ്മൾ ഉപ്പ് എന്ന് പറയുന്നത്. അത് അരുചിയാണ്. അപ്പൊ ദോഷ പ്രവർത്തികളുടെ മലിന സ്വരൂപമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ദോഷങ്ങളുടെ. അപ്പൊ പണിയെടുക്കുമ്പോൾ നമ്മൾ വേർക്കുന്നു, എല്ലാം ഉപ്പാണ് അല്ലെ. അപ്പൊ ഈ കർമ്മലോകത്തിന് ചുറ്റും എപ്പോഴും ഒരു ക്ഷാര സമുദ്രം ഉണ്ടാവും എന്ന് പറയുന്നു. കർമ്മലോകം എന്ന് പറയുന്നതാണ് ഭൂമി. ഇന്നലെ നമ്മൾ കണ്ടു 14 ലോകങ്ങളില് മനുഷ്യ ശരീരം ലഭിക്കുന്നത് ഭൂമിയിൽ മാത്രമാണ്. അപ്പൊ അവിടെ മാത്രമേ കർമ്മങ്ങളും കർമ്മങ്ങളുടെ ഫലവും ഉള്ളൂ. അപ്പൊ കർമ്മങ്ങളുടെ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും പുണ്യഫലങ്ങൾ ഉണ്ടാക്കാൻ ഭൂമിയിൽ തന്നെ വരണം. അപ്പോ അവിടെ നിന്ന് നമ്മൾ കർമ്മങ്ങൾ ത്യജിച്ചിട്ട് ഈ ഒരു ഭൂമിയിൽ വന്ന് കർമ്മങ്ങൾ ത്യജിച്ച് അവിദ്യ അജ്ഞാനങ്ങൾ മാറിയാലേ നമുക്ക് ഈ അമൃതത്വത്തിൽ വരുന്ന സുധാസിന്ധുവിൽ ഇരിക്കുന്ന സുധാസിന്ധു മധ്യയുള്ള മണിദ്വീപിൽ എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഈ കർമ്മത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ജനിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് മുതൽ കർമ്മമാണ്. കഴിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, മണക്കുന്നത് എല്ലാം കർമ്മമാണ്. എന്താണ് ഇവിടെ കർമ്മം ഇല്ലാതിരിക്കുക? വെറുതെ കിടന്ന് ഉറങ്ങുമ്പോൾ കർമ്മമില്ല, ഉറങ്ങുക എന്ന് പറയുന്ന കർമ്മം. അപ്പൊ കർമ്മബന്ധിതമാണ് മനുഷ്യ ശരീരം. മനുഷ്യ ശരീരം കിട്ടുമ്പോൾ തന്നെ കർമ്മങ്ങളുടെ ലോകത്തേക്കാണ് നമ്മൾ പതിക്കുന്നത്. കർമ്മമില്ലാതെ എപ്പോ ശരീരം വിടുന്നു കർമ്മത്തിൽ നിന്ന്, അതാണ് കർമ്മ വിമുക്തമാക്കി ദേഹത്തെ വിട്ടു എന്ന് നമ്മൾ പറയില്ലേ. വിഷ്ണുപദ സായുജ്യം നേടി, വിഷ്ണുപദത്തിൽ ലയിച്ചു. ഇതൊക്കെ നമ്മുടെ ഒരു ചിന്തകളാണ്. വിഷ്ണുപദം ലഭിച്ചു. വിഷ്ണുപദം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ആ ഒരു എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ചൈതന്യത്തിൽ ലയിച്ചു എന്നേ അർത്ഥമുള്ളൂ. എവിടെ പോവാനാണ് നമ്മള്? വിശ്വപ്രാണനായിട്ടിരിക്കുന്ന പ്രാണൻ ഈ പ്രപഞ്ചത്തിലേ ഉള്ളൂ.
നമ്മുടെ പ്രാണശക്തി പ്രാണനിൽ ലയിക്കുന്നു. നമ്മുടെ ശരീരം, സ്ഥൂല ശരീരം, പഞ്ചവൽക്കരിച്ച ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു. പിന്നെ എന്താ ഇവിടെ? നമുക്ക് എവിടുന്ന് എവിടെ പോവാനാണ്? ഇതിനെയാണ് നമ്മൾ ബോധമണ്ഡലം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ആ ഒരു അനുഭവ മണ്ഡലം. നമ്മൾ ലോകം എന്ന് പറഞ്ഞത് ആലോക്യതേ ഇതി ലോകഹ, നമ്മൾ അറിയപ്പെടുന്ന മണ്ഡലം. അപ്പൊ ശരീരം വെച്ച് അറിയുന്നത് ഈ പഞ്ചഭൂതങ്ങളിലൂടെ നമ്മൾ അറിയുന്ന പ്രപഞ്ചമാണ് ഈ ഭൂമി. അപ്പൊ ഈ ഭൂമിയിൽ നിന്ന് ശരീരത്തെ ഉപേക്ഷിച്ച് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ എന്താ? ഒരു നിയമം, ഒരു നിയമത്തിനനുസരിച്ച് നമ്മുടെ സൂക്ഷ്മ ശരീരം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അത് എവിടെ പോകണം? ആ നിയമം ആര് തീരുമാനിക്കുന്നു? പരാശക്തി. അമ്മയ്ക്ക് അതിന് പ്രത്യേകം എന്താ, അമ്മ നിർദ്ദേശിച്ച ആൾക്കാരുണ്ട്. അത് വെച്ചിട്ടാണ് ആളുകൾ തീരുമാനിക്കുന്നത്. എന്താ, എവിടെ പോകണം, എത്ര കാലം കഴിയണം, ഇനി ഒരു ജന്മം എങ്ങനെ ഇരിക്കണം, എവിടെ പോയി എടുക്കണം, ഇതെല്ലാം അവിടെ തീരുമാനങ്ങൾ നടക്കും. നമ്മളല്ല. അതിനകത്ത് നമുക്ക് യാതൊരു റോളും ഇല്ല. ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇടക്കാലം, ആ സൃഷ്ടിക്ക് നമുക്ക് യാതൊരു പങ്കില്ല. സ്ഥിതിയിൽ ആ ഒരു സ്ഥിതി, അതും നമ്മൾ കർമ്മങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്ന അനുസരിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒരു ചെറിയ സ്വാതന്ത്ര്യം, നല്ലത് ചെയ്യാനും നമ്മുടെ സ്വഭാവത്തെ മാറ്റാനും നമ്മുടെ കർമ്മങ്ങളെ ക്ഷയിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് മനുഷ്യനുള്ളത്. തിരിച്ച് വരുന്ന പോകേണ്ട ഡേറ്റും കൊണ്ടാണ് വരുന്നത്. ആ ഡേറ്റിൽ തന്നെ പോവേണ്ടിയും വരും. അപ്പൊ ഇതിനകത്ത് ചെറിയ ഒരു സ്വാതന്ത്ര്യം മനുഷ്യനുള്ളത് എന്താ? നമ്മൾ ഈ സത്യത്തെ മനസ്സിലാക്കി ഇപ്പൊ ഇവിടെ വെച്ച് മനസ്സിന് ഒരു മാറ്റം വരുത്തുക, മനസ്സിന്റെ ആവരണങ്ങളെ ഇല്ലാതാക്കുക. അത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ വരുന്നത്? അപ്പൊ നമ്മുടെ പ്രവർത്തികളുടെ മലിന സ്വരൂപം കൊണ്ടാണ് നമ്മൾ വരുന്നതെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ ഉപ്പ് രസം, ക്ഷാരം എന്ന് പറയുമ്പോൾ നമുക്ക് സുഖദുഃഖങ്ങൾ, അതില് ക്ഷാരരസം, ഉപ്പ് നല്ലതുമാണ്, കുറച്ച് ചീത്തയുമാണ്. അത് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കഴിക്കാനും പറ്റില്ല. അപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, ഈ അവിദ്യ അജ്ഞാനങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ കർമ്മം ചെയ്യുന്നു എന്നുള്ള ദൃഢമായിട്ടുള്ള ഒരു ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ബോധത്തെ മാറ്റിയിട്ട് ആരോ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു, അങ്ങനെ കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റണം. ആ ഒരു കർമ്മങ്ങൾ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ആ ഒരു കർത്തൃത്വ ബോധമില്ലാതെ ഡൂവർഷിപ്പ് മാത്രം മാറ്റുക. ഞാനല്ല ചെയ്യുന്നത്, അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെയാ ഫലം വരുന്നത്? എന്റെ ചെയ്തതിന്റെ ഫലം തന്നെ. പക്ഷെ അതെല്ലാം ഇപ്പൊ അവിദ്യ കൊണ്ട് അങ്ങനെയൊക്കെ വന്നുപോയി. അത് അമ്മ ക്ഷമിച്ചിട്ട് എന്നെ ഇപ്പോഴും മാറ്റണം എന്ന് പറഞ്ഞാൽ എന്താ മാറ്റാൻ പറ്റാത്തത്? കാരണം ചെയ്തത് മാറ്റി ചെയ്യാൻ അത്രയ്ക്കും എല്ലാം ഓൾ പവർഫുൾ എന്ന് പറയൂലേ, ആ ഈശ്വരൻ എന്ന് പറഞ്ഞാല് ആ ഒരു ഈട്ട എന്നുള്ള പദം നമ്മളെ എല്ലാം ഭരിക്കാനുള്ള, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപി, എന്ത് ചെയ്യാനും ശക്തിയുള്ള ഒരു വ്യക്തിയാണ് അമ്മ. അപ്പൊ അമ്മയ്ക്ക് നമ്മുടെ ഈ ഒരു കർമ്മങ്ങളെയൊക്കെ മാറ്റാനുള്ള പൂർണ്ണമായിട്ടുള്ള കഴിവുണ്ട്. ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ഫലം അതാ പറയുന്നത്. എന്ത് കർമ്മത്തെ ക്ഷയിപ്പിക്കാനും ശ്രീവിദ്യാ മന്ത്രത്തിന് കഴിവുണ്ട്. എവിടെ വെച്ച് എങ്ങനെ മരിച്ചാലും. അപ്പൊ ഇതിനകത്തൊരു ചെറിയ എന്താ പറയാ, കുറച്ചു പേരെ ഇതിനകത്ത് വരുന്നുള്ളൂ ശ്രീവിദ്യയില്. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനകത്ത് ബാഹ്യ അന്തരംഗ സാധനകള് കുറച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോയെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വളരെ വിരലെണ്ണാവുന്നവർ മാത്രമേ ഇതിനകത്ത് പ്രവേശിക്കുന്നുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന്റെ ആ ഒരു ഓൾ പവർഫുൾ നേച്ചർ, ഈ ശ്രീവിദ്യാ മന്ത്രം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇതിനകത്ത് ഒത്തിരി വരും. കാരണം ഇത് അത്രയ്ക്ക് ഗോപ്യമായിട്ട് വെച്ചിരിക്കുന്ന, അതിരഹസ്യമായിരിക്കുന്ന ഫലങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ശ്രീവിദ്യാ മന്ത്രം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ മന്ത്രമാണ്. നമ്മൾ കണ്ടു 15 തിഥി നിത്യ ദേവതകള്, നമ്മളെ കാലത്തിന്റെ സ്വരൂപികളായിരിക്കുന്ന 15 നിത്യകള്. ആ നിത്യകള് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ തന്നെ. നമുക്ക് മാറ്റങ്ങളെ തരുന്നവരാണ് അവര്. അപ്പൊ അതിന്റെ 15 മന്ത്രങ്ങൾ ചേർന്നതിനെയാണ് പഞ്ചദശാക്ഷരി മന്ത്രം 16ാമത്തെ. അതിനെ നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു നവഗ്രഹങ്ങളും ഈ എന്താ പറയാ നവഗ്രഹങ്ങള്, ഈ പറഞ്ഞ മുത്ത്, ഈ പവിഴം മുത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു കല്ലുകള്, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ശ്രീവിദ്യാ മന്ത്രം. ഇതിന്റെ അൾട്ടിമേറ്റ് ഫലം എന്ന് പറയുന്നത് അത് എത്രയാണ് അത് പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ പറയാ, സമുദ്രത്തിൽ ഒരു കൊച്ചു കപ്പ് കൊണ്ട് അളക്കുന്ന പോലെയാണ്. കാരണം ഈ ഒരു അറിവോടുകൂടി ശ്രീവിദ്യാ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല. അൾട്ടിമേറ്റ് ആയിട്ട് എന്താ ഒരു ഷുവർ, നമുക്കിപ്പോ ഒരു എന്താ പറയാ, നമ്മുടെ ബാങ്കിലുള്ള ഡെപ്പോസിറ്റിന്റെ ഒരു ക്യാഷ് ചെക്ക് കൊടുക്കില്ലേ, അതുപോലെ ദേവി നമുക്ക് തരുന്ന ഒരു ക്യാഷ് ചെക്കാണ് ശ്രീവിദ്യാ മന്ത്രം. കാരണം നിനക്ക് ഇന്നത് കിട്ടിയിരിക്കും, കാരണം നീ എന്നെ ഉപാസിച്ചാല് ഞാൻ ഇതെല്ലാം നിനക്ക് തരും. അപ്പൊ നമ്മളിത് അറിയാത്ത കൊണ്ടാണ് അമ്മ ഇങ്ങനെ നമ്മൾ വേറെ പല ദൈവങ്ങളുടെ പിറകെ ഓടുന്നത്. കാരണം അമ്മ തരുന്ന പോലെ ഒരു ഷുവർട്ടി
അമ്മയുടെ പോലെ നമുക്ക് അമ്മ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം വേറെ നമുക്ക് ഒരു ദൈവങ്ങളുടെ അടുത്തും കിട്ടില്ല. അപ്പൊ ഈ ശ്രീവിദ്യാ മന്ത്രം ആ എവിടെ വെച്ച് മരിച്ചാലും എങ്ങനെ മരിച്ചാലും അവസാനം നമ്മുടെ കർമ്മങ്ങളെ ക്ഷയിപ്പിക്കും. അതൊക്കെ ഇനി നമ്മുടെ താന്ത്രികമായിട്ട് ഇതിന്റെ അവസാന ഭാഗങ്ങളിൽ വരും. അത്രയ്ക്ക് ഉയർന്ന മന്ത്രമാണ് ശ്രീവിദ്യാ മന്ത്രം. എത്രയോ ജന്മത്തില് ഇനി എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു ഒന്നും അറിഞ്ഞുകൂടാതെ ജപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്കറിയാം കാളിദാസന്റെ ഒക്കെ കഥ. ഒന്നും അറിയാത്ത ഒരു വിറകുവെട്ടുകാരൻ എങ്ങനെയാണ് ശ്യാമളാദണ്ഡകം പോലെയുള്ള ഒരു എന്താ പറയുക കാവ്യം, രഘുവംശം, കുമാരസംഭവം കാവ്യം ഒഴുകുകയാണ് അദ്ദേഹത്തിന്റെ നാവിലൂടെ. മൂക പഞ്ചശതി 500 ശ്ലോകങ്ങള് ഇതൊക്കെ എവിടുന്നാ വരുന്നത്? അമ്മയുടെ നിസ്സാരമായിട്ടൊരു അനുഗ്രഹം. ഇപ്പൊ പാവപ്പെട്ട നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മക്ഷയത്തിന് വേണ്ടി അമ്മയെ ശരണാഗതി പ്രാപിച്ചാൽ എന്താ കിട്ടാത്തത്? എല്ലാം അമ്മ വാരിക്കോരി തരും. പക്ഷെ നമ്മളത് അറിഞ്ഞ് ജപിക്കണം. നമുക്ക് അതിലോട്ടൊരു ശ്രദ്ധ വേണം. അതിനൊരു അമ്മയോടൊരു കടപ്പാട് വേണം. പരമ്പരയോട്, ഗുരുക്കന്മാരോട് വളരെ ശ്രദ്ധിച്ച ഒരു ജീവിതം കൊണ്ടുപോവാണെങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു വലിയ ഗുഹയ്ക്കകത്ത് നമ്മൾ അറിയാതെ വച്ചിരിക്കുന്ന ഒരു ട്രഷറാണ്. പ്രപഞ്ചത്തിന്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ട ഒരു ട്രഷർ. ആ ട്രഷർ സൂക്ഷിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ശ്യാമാ വാരാഹി ദേവി, അവര് രണ്ടുപേരുമാണ്. അതൊരു കഥയായിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. ത്രിപുര രഹസ്യത്തില് അവര് രണ്ടുപേരുമാണ് അത് സൂക്ഷിക്കുന്നത്. അത് ആ ട്രഷറിനെ അവര് നമുക്ക് കാണിച്ചു തരും, അതിന് സംശയമില്ല. ഈ ശ്രീ ലളിതാ ത്രിപുര സുന്ദരി എന്ന് പറയുന്നത് ഈ ദശമഹാവിദ്യകളിലെ 3ാമത്തെ ഷോഡശാക്ഷരി മന്ത്രമായിട്ടിരിക്കുന്ന ഈ ലളിതാ ത്രിപുര സുന്ദരി, അതിനപ്പുറം വേറൊരു ദേവി ഇല്ല. അപ്പൊ നമ്മൾ ഈ സുധാ സിന്ധു എന്നൊക്കെ നമുക്ക് ഒരുപാട് ആലങ്കാരികമായിട്ടൊക്കെ പറഞ്ഞാലും ആ ദേവിയുടെ ആ ഒരു തലം എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ്. ഇന്ദ്രിയങ്ങൾക്കൊന്നും അതിനെ എത്തിച്ചേരാൻ പറ്റാത്തതാണ്. ഈ മണിദ്വീപത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ഈ അവിദ്യ, അജ്ഞാനങ്ങൾ മാറണം. ഈ ദേവിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, ഓരോ പുഷ്പങ്ങളും, ദേവിയുടെ പാദത്തിൽ അർപ്പിക്കുന്ന ഓരോ പുഷ്പങ്ങളും ആയിരക്കണക്കിന് നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കി പുണ്യങ്ങൾ കൊണ്ടുവരിക. എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചിട്ടാ പിന്നെ ദേവതമാര് നിൽക്കുന്നത്. അത്രയും ഉയർന്ന ഒരു മന്ത്രമാണ്. അപ്പോ ഈ മണിദ്വീപിൽ എത്തണമെങ്കിൽ മൂലാധാരം എന്ന് പറയുന്ന പൃഥ്വി തത്വത്തിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ സുധാ സിന്ധു എന്ന് പറയുന്ന സഹസ്രാരത്തിലിരിക്കുന്ന അമ്മയുടെ പാദപത്മങ്ങളിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകൾ ശുദ്ധമാക്കണം. അപ്പൊ നമുക്ക് ഏത് ലോകത്തിൽ വേണമെങ്കിലും, ഏത് ലോകത്തിലിരുന്നാലും പ്രകാശത്തിന്റെ ബോധ കേന്ദ്രമായിരിക്കുന്ന മണിദ്വീപത്തിൽ എത്താൻ പറ്റും. കാരണം നമ്മുടെ ബോധം എന്ന് പറഞ്ഞാൽ എന്താ? ആ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഈ ഒരു ഇലക്ട്രിസിറ്റി എവിടെയാണോ കണക്ട് ചെയ്യുന്നത്, നമ്മളെ ചാർജ് ചെയ്യുന്നത്, ഈ ബോധം എന്ന് പറയുന്നതാണ് സാക്ഷി ഭാവത്തിലിരിക്കുന്ന ശിവതത്വം. അതിനെയാണ് നമ്മൾ ബോധം എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ, ആ താനെന്നുറയ്ക്കളവിൽ, ആ താൻ. കാരണം ഈ കാണുന്നതൊന്നുമല്ല, ഈ ഒരു പ്ലെയിൻ സ്ക്രീനായിട്ട് നമ്മുടെ ഉള്ളിലിരുന്ന് ഈ കർത്തൃത്വത്തെയും ആ ഒരു അനുഭവ മണ്ഡലങ്ങളെയും എല്ലാം സാക്ഷിഭാവത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന നിത്യ ചൈതന്യ സ്വരൂപമായിരിക്കുന്ന നാമരൂപങ്ങളൊന്നും ഇല്ലാത്ത യഥാർത്ഥ ശിവതത്വം തന്നെയാണ് ബോധം. ആ ബോധത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബോധം എന്ന് പറയുന്ന അവിടെ നിന്ന് ഈ പറഞ്ഞ മൂലപ്രകൃതിയിൽ തുടങ്ങി ഈ പ്രകൃതിയുടെ ലാസ്യ നടനങ്ങൾ തുടങ്ങുകയാണ്. ഈ ബോധ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ശിവതത്വം തന്നെയാണ്. ആ ശിവതത്വവും ശക്തിതത്വവും കൂടെ ചേർന്നിരിക്കുന്ന സഹസ്രാര പത്മം. അപ്പൊ നമ്മുടെ ചിന്തകൾ ശുദ്ധമാക്കി ഇപ്പൊ സ്വാധിഷ്ഠാനമാവട്ടെ, നമ്മളിപ്പോ മൂലാധാരത്തിൽ നിന്ന് അടുത്ത ചക്രത്തിലേക്ക് കയറിയെന്ന് വെക്കൂ. അപ്പൊ നമ്മുടെ ഈ ബോധമണ്ഡലത്തെയാണ് ഈ പറയുന്നത്. അല്ലാതെ ഈ ലോകം ഒരു ഫ്ലാറ്റ് കെട്ടും പോലെ 8 ഫ്ലാറ്റ് അല്ലെങ്കിൽ 8 നിലകള് 6 നിലകൾ അങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പെട്ടെന്ന് ഉള്ളിൽ വരുന്നത്. കാരണം ഓരോ മണ്ഡലങ്ങൾ അവിടെ ചെന്ന് കുറച്ചു കാലം താമസിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ പോണോ താഴെ പോണോ എന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. പിന്നെ നമുക്കൊരു അങ്ങനെയല്ല. കാരണം ശരീരം വിട്ടുകഴിഞ്ഞാൽ അനുഭവ മണ്ഡലം മാത്രമേ ജീവാത്മാവിനുള്ളൂ. അത് ഈ പറയുന്ന പോലെ അപ്പൊ നമുക്ക് ശരീരമില്ല, മീഡിയമില്ല, പുണ്യപാപങ്ങളെ കുറിച്ചുള്ള അറിവില്ല. അപ്പൊ എന്താ, ഒരു കാറ്റിൽ നടക്കുന്ന ഒരു അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പറന്നു പോകും. അപ്പൊ അതിന് ഈ ഒരു വായുമണ്ഡലം കടന്നാല്, വായുമണ്ഡലം എന്ന് പറയുന്ന ഓസോൺ ലെയറിനപ്പുറം കടന്നു പോയി കഴിയുമ്പോൾ പിന്നെ തീരുമാനങ്ങള്, മേളിൽ നിന്നുള്ള തീരുമാനങ്ങൾ അവിടെ നടപ്പാവും. എവിടെ പോണം, ചന്ദ്രമണ്ഡലമാണോ സൂര്യമണ്ഡലമാണോ, എവിടെ കൂടെ എങ്ങനെ, ചിലപ്പോൾ അനന്തകാലം അങ്ങനെ തന്നെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ശരീരം സ്വീകരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദേവിയുടെ എന്തെങ്കിലും ഒരു ചെറിയ അനുഗ്രഹം ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട്
ആനന്ദ സമുദ്രത്തിൽ ആറാടിക്കൊണ്ട് അമ്മയുടെ ഏതെങ്കിലും ഒരു ചിന്താമണി ഗ്രഹത്തിന്റെ ഏതെങ്കിലും ഒരു മതിലിനകത്ത് അമ്മയുടെ മന്ത്രം ജപിച്ച് സദാ അമ്മയെ ധ്യാനിച്ച് വെറും പഞ്ചപ്രേതങ്ങൾ ഇരിക്കുന്ന പോലെ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു സ്ഥാനത്തേക്ക് പോകാൻ പറ്റും. ആരും അതിലൊന്നും കുറവല്ല. അല്ലാതെ ബ്രഹ്മാവും രുദ്രനും ഈശ്വരനും മാത്രമല്ല ഉയർന്നത്, നമ്മുടെ ഉള്ളിലും അതേ ചൈതന്യമാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളെ താഴ്ത്തി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ശരീരം വിട്ടുകഴിഞ്ഞാല് എല്ലാവരും ആ ഒരു ഈശ്വര തുല്യര് തന്നെയാണ്. അതുകൊണ്ടാണ് ഈശ്വര സർവഭൂതാനി ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളില് ഇരിക്കുന്ന ഒരേ ഈശ്വര തത്വം തന്നെയാണ്. അവിടെ എങ്ങനെ ഈ കൂടുതൽ കുറവ് വരിക? ശരീരം വരുമ്പോ ഏറ്റക്കുറച്ചിലുകൾ കർമ്മഫലങ്ങൾ അനുസരിച്ച് ദരിദ്രനും പണക്കാരനും കുഷ്ഠരോഗിയും രോഗമില്ലാത്തവനും സന്തുഷ്ടനും ദുഃഖിയും ഇങ്ങനെയൊക്കെ ആയിട്ട് ജനിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു നമ്മുടെ ചിന്തകളെ ശുദ്ധമാക്കണം. അപ്പൊ നമ്മൾ ഏത് ലോകത്ത് പോകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ മൃത്യു ആണ് ഈ ലവണ സമുദ്രത്തിന്റെ ഒരു പ്രത്യേകത. ഇവിടെ മരണമുണ്ട്. കാരണം എന്താ? ഇവിടെ ചിരഞ്ജീവിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. വേറെ ഒരിടത്തും മരണം എന്ന് പറഞ്ഞാൽ അതായത് ശരീരത്തെ ത്യജിക്കലില്ല. പക്ഷെ ഈ ജംബു ദ്വീപില് എന്താ ഉള്ളത്? ശരീരത്തെ നമ്മള് ത്യജിച്ചേ പറ്റുള്ളൂ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തെ ഒരിടത്തോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താ? അത് അത്ര മലീമസമാണ്. കാരണം രക്തവും മജ്ജയും മാംസവും ചേർന്ന വെറും ഒരു കൂടാണ് ഈ ശരീരം. അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ശുദ്ധമല്ല, അശുദ്ധമാണ്. അതിനെ ശുദ്ധമാക്കുന്ന ഒരു വസ്തുവേ ഉള്ളൂ ഇതിനകത്ത്. അതാണ് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. അപ്പോ ഏത് ലോകത്തിലിരുന്നാലും നമുക്ക് മണിദ്വീപിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നമ്മള് മൃത്യുള്ള ഈ ലവണ സമുദ്ര തീരത്തിരിക്കുന്ന ഈ ജംബു ദ്വീപിൽ വന്ന് പുണ്യം ഉണ്ടാക്കണം. ഇതിന്റെയാണ് നമ്മൾ മുക്തിധാമം എന്ന് പറയുന്നത്. ഈശ്വരന്റെ സ്ഥലങ്ങളെയൊക്കെയാണ് നമ്മൾ ധാമം എന്ന് പറയുക, അല്ലെ? ഭഗവതിയുടെ ധാമം അത് ചിന്താമണി ഗ്രഹമാണ്. അപ്പൊ ഇത് ഭൂമി എന്ന് പറയുന്നതും അമ്മയുടെ തന്നെ ക്രിയേഷൻ ആണ്, അമ്മ ഉണ്ടാക്കിയതാണ്. ഇത് മുക്തി കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇവിടെ വീണ്ടും വന്ന് നമ്മൾ പുണ്യകർമ്മങ്ങൾ, എന്താ പുണ്യം? ഈശ്വരനെ അറിയുക, അത് തന്നെ പുണ്യം. വേറെ ഒന്നും പുണ്യമല്ല. ദാനം കൊടുക്കുന്നതോ അതൊക്കെ നമ്മുടെ മനുഷ്യ ധർമ്മങ്ങളിൽ പെടുന്നതാണ്. അതൊക്കെ ധാർമ്മികമായിട്ട് ചെയ്യേണ്ടതാണ്, പഞ്ചയജ്ഞങ്ങളും പഞ്ചപുണ്യങ്ങളും ഒക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ പുണ്യം ഒന്നേ ഉള്ളൂ. ആ ഈശ്വരൻ എവിടെയാണ്, ഞാൻ ആരാണ്, ഈ 2-3 ചോദ്യങ്ങൾക്ക് ഹൂ ആം ഐ, എന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ശക്തിയെ തിരിച്ചറിയുക. ഇതിനപ്പുറം പുണ്യം വേറെ ഒന്നുമില്ല. ഈ പുണ്യത്തെ നേടാൻ എവിടെ വരണം? ഈ ഒരു ജംബു ദ്വീപിൽ വരണം. അപ്പൊ കാരണം ഈ ഒരു സ്ഥലത്ത് വന്നാലേ നമുക്ക് മുക്തി എന്നുള്ള പദത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. ഈ യാത്രയാണ് നമ്മൾ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന 1000 നാമത്തിലൂടെ ആ ഒരു ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക ഭൂമിയിൽ ജനിച്ച് ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, സൃഷ്ടിസ്ഥിതി സംഹാര കാരണിയായിരിക്കുന്ന അമ്മയെ അറിയാനായിട്ട്, അമ്മയുടെ ശരിക്കും ഈശ്വരന്റെ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളൊന്നുമില്ല. നമ്മൾ കാണുമ്പോൾ ഈ സ്ഥൂലമായിട്ടിരിക്കുന്നത് അമ്മയാണെന്ന് പറയാന്നുള്ളതേ ഉള്ളൂ. അമ്മയ്ക്ക് കാരണ ശരീരം മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും കാരണമായിട്ടിരിക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തിന്, നമ്മൾ ഓരോരുത്തർക്കും കാരണ സ്വരൂപിണിയായിരിക്കുന്ന ആ ബ്രഹ്മശക്തി ഒന്നേ ഉള്ളൂ, പരാശക്തി. അപ്പൊ നമുക്കാണ് സ്ഥൂല സൂക്ഷ്മ കാരണമൊക്കെ ഉള്ളത്. നമ്മള് ഈ ദേവി തന്നെ പലതായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ദേവിക്ക് സ്ഥൂല സൂക്ഷ്മ കാരണങ്ങള് ആരോപിക്കുന്നു. അമ്മയ്ക്ക് ഒരു ശരീരമേ ഉള്ളൂ കാരണം, എല്ലാത്തിനും കാരണം. കാര്യകാരണങ്ങള് എല്ലാത്തിനും അപ്പുറത്തിരിക്കുന്ന ആ മഹത് ശക്തിയാണ് അമ്മ. ഈ സഹസ്രനാമത്തിലൂടെ നമ്മൾ എന്താ, ഒരു ഗുരുവിനോടൊപ്പം നമുക്ക് ശ്രീവിദ്യാ മന്ത്രത്തെ അത് ഏറ്റവും വലിയ ഒരു പുണ്യമാണ് ലളിതാ സഹസ്രനാമത്തെ സംബന്ധിച്ച്. കാരണം ലളിതയെ കുറിച്ച് പറഞ്ഞു തരണമെങ്കിൽ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് 2-3 ഭാസ്കരരായരുടെ ഈ പറഞ്ഞ സൗഭാഗ്യ ഭാസ്കരത്തിനകത്ത് പറയുന്നുണ്ട്, മന്ത്രം കൊടുത്ത ഗുരുവിൽ നിന്ന് അമ്മയെ അറിയുന്നത് അതിൽ പരം പുണ്യമില്ല. അപ്പൊ മന്ത്രം തന്ന ഒരാളിൻ്റെ നിന്ന് അമ്മയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുമ്പോൾ അത് എന്താ, അതിമധുരമാണെന്നാ പറയുന്നത്, ഇരട്ടി മധുരം. അപ്പൊ ഈ അനന്തമായിരിക്കുന്ന ലളിതാ സഹസ്രനാമത്തിന്റെ പഞ്ചദശാക്ഷരി മന്ത്രം തരാൻ ഒരു ഗുരുപരമ്പര എന്താ പറയാ, നമുക്ക് അതിനുള്ള ഒരു അനുഗ്രഹം തന്ന് ആ ഒരു ചുമതല നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അമ്മയെക്കുറിച്ച് പറയാനുള്ള ആ ഒരു ചുമതല അതും കൂടെ നമുക്ക് കിട്ടുകയും അത് കൊടുത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് 2 കൂട്ടരെ സംബന്ധിച്ചും വളരെ വളരെ പുണ്യമാണ്. അപ്പൊ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ആ ഒരു സഹസ്രം എന്നാൽ അനന്തം, ഇൻഫിനിറ്റ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ നാമങ്ങൾക്ക് 1000 നാമരൂപങ്ങളുണ്ട്.
ഓരോ നാമത്തിനും ഓരോ രൂപമുണ്ട്. അപ്പൊ അനേകം ഇൻഫിനിറ്റ് അർത്ഥങ്ങളാണ്. കാരണം ഓരോ നാമത്തിനും നമുക്ക് 5 ദിവസം 10 ദിവസം പറയാനുള്ള അർത്ഥങ്ങൾ, 5-6 വ്യാഖ്യാനങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഇതില് വളരെ എന്താ പറയുക, ഒതുങ്ങുന്ന നാമങ്ങൾ മാത്രം. കാരണം ഒതുങ്ങുന്ന അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട. കാരണം തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയാ ബ്ലാക്ക് ഹോൾ ആണെന്ന് പറയും. നമ്മൾ കുഴിച്ച് 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 അകത്തോട്ട് പോകുന്തോറും നമ്മളെ അങ്ങ് വലിച്ചെടുത്തോണ്ട് പോവാണ് തന്ത്രശാസ്ത്രം. കാരണം അത്രയും വലിയ പ്രപഞ്ചത്തിലെ, അതായത് ഒരു സ്പോട്ടിൽ നിന്ന്, ഒരു എന്താ പറയാ ഒരു ഉൽപ്പത്തി സ്ഥാനത്ത് നിന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കുന്ന മഹാശക്തി. ആ ശക്തിയെ അറിയണമെങ്കിൽ ഏതൊക്കെ വഴികളിൽ കൂടെ പോയാൽ നമുക്ക് പറ്റും? ആലോചിച്ച് നോക്കൂ. അത് ആ ഒരു വലിയ എന്താ പറയാ ഒരു ടാസ്ക് ആണ് ലളിതാ സഹസ്രനാമം പഠിക്കുക എന്ന് പറഞ്ഞാല്. അല്ലാതെ ഇപ്പൊ നമ്മൾ പല യൂട്യൂബ് ചാനലിലും കേൾക്കുന്ന പോലെ അമ്മയുടെ നാമങ്ങൾ എടുത്ത് ശ്രീമാത അമ്മയാണ്, പ്രപഞ്ചരൂപിണിയാണ്, അങ്ങനെ പറയുന്നതല്ല ലളിതാ സഹസ്രനാമം. കാരണം അമ്മയെ ഉപാസിച്ച് അമ്മയുടെ പഞ്ചദശാക്ഷരി മന്ത്രത്തെ സ്വായത്തമാക്കി അത് ജപിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെയെല്ലാം ആ ജപത്തിലൂടെ എന്താ ശുദ്ധമാക്കിക്കൊണ്ട് ഈ ലളിതാ സഹസ്രനാമത്തിന്റെ അർത്ഥ തലങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ച സ്വരൂപിണിയായിരിക്കുന്ന അമ്മ നമ്മുടെ ശരീരത്തിൽ ആവിർഭൂതയാവുള്ളൂ. അപ്പൊ അതാണ് ചിതഗ്നി. അതുകൊണ്ടാണ് ഗുരു മുഖത്ത് നിന്ന് ലളിതാ സഹസ്ര സാധാരണ ആളുകൾ പഠിക്കുന്ന പോലെ അല്ല ഉപാസകര് പഠിക്കുന്നെന്ന് പറയാൻ കാരണം ഇതിന് അനേകായിരം വളരെ ഗോപ്യമായിരിക്കുന്ന, രഹസ്യമായിരിക്കുന്ന, ഇപ്പൊ ഈ പറയുന്നതെല്ലാം തന്നെ രഹസ്യമായി. ഇതൊന്നും എല്ലാവരും ഏത് ലളിതാ സഹസ്രനാമം പഠിപ്പിക്കുന്ന ആചാര്യനും പറയും ഗുരുമുഖത്ത് നിന്ന് അറിയാൻ പറയും. അപ്പോ എന്തുകൊണ്ട് അവർക്കത് പറയാൻ പറ്റാത്തത്? അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇത് ഗോപ്യമായിരിക്കുന്ന ഒരു ദേവി ഒരു കുലരൂപിണിയാണ്, കുലവധുവാണ് അമ്മ. അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ ദോഷം അവർക്ക് തന്നെ വന്നു ചേരും. മന്ത്രദീക്ഷ ഇല്ലാത്ത ഒരാൾക്ക് അമ്മയുടെ ഗോപ്യമായിരിക്കുന്ന ഭാവങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല. വളരെ വ്യക്തമായിട്ട് ഭാസ്കർ രായർ എഴുതി വെച്ചിട്ടുണ്ട് ആ ബുക്കിനകത്ത്. കാരണം അത് അവർക്ക് തുറക്കാൻ പാടില്ല. രഹസ്യമായിരിക്കുന്ന അറകളൊന്നും തുറക്കാൻ പാടില്ല. അതിനെന്ത് വേണം? അതിന്റെ പൂട്ടിന്റെ ആ ഒരു പൂട്ട് തുറക്കണമെങ്കിൽ താക്കോല് ഗുരുപരമ്പര തരണം. ആ താക്കോലാണ് പഞ്ചദശാക്ഷരി മന്ത്രം. അത് ഗുരുവിന് കിട്ടുമ്പോൾ ആ താക്കോല് വെച്ച് തുറന്നതിന് ശേഷം മാത്രമേ ആ ഒരു നിധി പേടകത്തിനകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. എങ്കിലേ അമ്മയെ നമുക്ക് എന്താ പറയാ അമ്മ കുറച്ചെങ്കിലും നമുക്ക് തുറന്ന് കാണിക്കുള്ളൂ അമ്മയുടെ എന്താണ്. അമ്മയെ അറിയാൻ ശ്രമിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആ കാലി പിടിച്ച് എഴഞ്ഞു ചെന്ന് കാലി കിടന്ന് ആ നഖങ്ങളെ നോക്കി, ആ കാലിലെ കൊലുസ് നോക്കി അമ്മയുടെ ഭംഗിയെ ആസ്വദിച്ച് അമ്മയുടെ മുഖം കാണണമെങ്കിൽ എത്ര ജന്മം അതിൽ പിടിച്ചൊന്ന് എണീറ്റ് നിന്ന് അമ്മയുടെ മുഖത്തോട്ട് നോക്കണമെങ്കിൽ തന്നെ അനേകം കോടി ജന്മങ്ങൾ വേണം. ഇത് ഒരു എഴഞ്ഞു നടക്കുന്ന കുഞ്ഞിനെ പോലെ ആ പാദപത്മങ്ങളിൽ സമർപ്പിച്ച് അതിൽ തലവെച്ചുറങ്ങി അമ്മാന്ന് വിളിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അത് എത്ര ജന്മങ്ങൾ പഠിച്ച അതുകൊണ്ടാണ് ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു അനേകായിരം അർത്ഥങ്ങൾ ഓരോ ദിവസം അമ്മയെ കുറിച്ച് പഠിക്കുമ്പോഴും, ഓരോ ദിവസം അമ്മയുടെ ധ്യാനം ചെയ്യുമ്പോഴും, ഓരോ ദിവസം അമ്മയുടെ ആ ഒരു മന്ത്രങ്ങളെല്ലാം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന മാറ്റം ഇന്ന് കാണുന്ന പോലെയല്ല 10 വർഷം കഴിയുമ്പോൾ അമ്മയെ കാണാൻ പറ്റുക. നമ്മുടെ ശരീരത്തിനുള്ളില് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണ, സദാ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു പരാശക്തിയെ ഏതൊക്കെ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ അറിയാത്ത അർത്ഥ തലങ്ങളിലേക്കാണ് ഒരു ഉപാസകൻ ചെന്ന് എത്തിച്ചേരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ നമ്മളൊരു സഹവർത്തിത്വം, അതായത് നമ്മളെ സഹസ്രം എന്ന് പറഞ്ഞാല് ഒരു സഹസ്രത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. സ എന്ന് പറഞ്ഞാല് സഹവർത്തിത്വം, സ്ര എന്ന് പറഞ്ഞാൽ ശ്രവിക്കുക, ഒഴുകുക. അപ്പൊ നമ്മളോടൊപ്പം ഈ പറഞ്ഞ ഒരു ഗുരുവിനോടൊപ്പം വരുന്ന ശിഷ്യന്മാർക്ക് എന്താണ് ഒഴുകി വരുന്നത്? ആ ഒരു ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന എല്ലാം ലളിതമാണെന്ന് പറയാറുണ്ട് ഇല്ലേ? പക്ഷേ ആ ഒരു തിരിച്ചറിവ്, ഈ പ്രപഞ്ചം ദേവിയാണെന്നുള്ള ഒരു തിരിച്ചറിവ്. അപ്പൊ ആ ഒരു ശ്രവിക്കുക എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം ഒഴുകുക, അമൃത് ശ്രവിക്കുക. നമ്മൾ ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് അതാണ് സഹവർത്തിത്വം. സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹേ എന്ന് പറയുന്ന പോലെ ഒരുമിച്ച് നമ്മൾ അമ്മയെ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഒഴുകി വരുന്നത് ആ അനുഗ്രഹമാണ്. എവിടെയാണോ ലളിതാ സഹസ്രനാമത്തിന്റെ അർത്ഥം പറയുന്നത് അവിടെ അമ്മ കാണുന്ന പറയുക. കാരണം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഭഗവതിക്ക് ഇഷ്ടം ഈ ലളിതാ സഹസ്രനാമമാണ്. അത് പറയുമ്പോ അമ്മ അദൃശ്യമായിട്ട് വരും. അമ്മയുടെ 2 തോഴിമാരെ വിളിച്ചുകൊണ്ട്, ശ്യാമാദേവിയും വാരാഹി ദേവിയും കൊണ്ട് അമ്മ അദൃശ്യമായിട്ട് വന്നിരുന്ന് തന്റെ മക്കള് ആ അമ്മയെ കുറിച്ച് പറയുന്നത് കേട്ട് അദൃശ്യമായിട്ട് ആ ഭവനങ്ങളിൽ അമ്മ ഉണ്ടാവും. ഒരുപാട് പേര് കാഞ്ചി പീഠത്തില് ഈ ഒരു സത്യത്തെ പറയുന്നുണ്ട്. അതാണ് അമ്മയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്.
അമ്മയുടെ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റായിട്ട് പറഞ്ഞാലും ശരിയായിട്ട് പറഞ്ഞാലും ആ തെറ്റിനെ ക്ഷമിച്ചുകൊണ്ട് ആ ഒരു ശരി അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടത് തരുന്ന അമ്മ. അപ്പൊ നമ്മൾ സഹസ്രം എന്ന് പറഞ്ഞാല് ആ ഒരു സഹവർത്തി നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ആ ഒരു സ്രവം നമ്മുടെ ഉള്ളിലിരിക്കുന്ന സഹസ്രാരത്തിലെ അമൃതിന്റെ സ്രവമാവാം, ഇല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം എന്ന് പറയുന്ന ആ ഒഴുക്കായിരിക്കാം. എന്ത് വേണം, എന്താണെങ്കിലും ശരി, അത് നമ്മളോടൊപ്പം ഒഴുകും എന്നർത്ഥം. ഈ സഹസ്രനാമം നമുക്ക് തരുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്രവങ്ങളെയാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഭക്തി, കരുണ, ഇതെല്ലാം തന്നെ നമുക്ക് എന്താ, ഒരു കരുണക്കടലായിരിക്കുന്ന അമ്മയെ കുറിച്ച് അറിയുമ്പോൾ അത് നമ്മളെ നനച്ചുകൊണ്ട് നമുക്കെല്ലാം ഒരു തണല് തന്നുകൊണ്ട്, നമുക്കറിയാം ചുട്ടു പൊള്ളുന്ന ഒരു വെയിലത്ത് നിന്ന് നടന്നു വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കുറച്ച് തണുത്ത വെള്ളം കുടിക്കുകയോ ഇല്ലെങ്കിൽ അതിലൊന്ന് കുളിക്കുകയോ ചെയ്യുമ്പോൾ കിട്ടുന്നത്, അതുപോലെയുള്ള ഒരു കുളിർമ അമ്മ നമുക്ക് തരും. അപ്പൊ നമ്മളോടൊപ്പം ഒഴുകുന്നതെന്ന് അർത്ഥം സഹസ്രനാമം. അപ്പൊ ആ സഹസ്രനാമത്തിൽ ഒഴുകണമെങ്കിൽ എന്ത് വേണം? ആ നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും എല്ലാം ശുദ്ധമാക്കി ആ അമ്മയോടൊപ്പം അത് ആ നാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അപ്പൊ ഈ പ്രപഞ്ചത്തില് ആ സഹവർത്തിത്വം എന്ന് പറഞ്ഞാൽ വേറൊന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന പഞ്ചഭൂതങ്ങള്, അമ്മ ഉണ്ടാക്കിയിരിക്കുന്ന നാമരൂപങ്ങള്, ആ ഒരു ഈ പറഞ്ഞ വൃക്ഷലതാദികള്, പക്ഷി മൃഗാദികള് എല്ലാം അമ്മയുടെ തന്നെ. അതിനെയും സഹവർത്തിത്വം എന്ന് പറയാം. എല്ലാം നമ്മുടെ അമ്മ ഉണ്ടാക്കിയതാണ്. എല്ലാവരുടെയും അമ്മ. ഒരു പൂച്ചക്കുഞ്ഞിന്റെയും അമ്മയാണ്, ഒരു എലിയുടെ, ഒരു പാമ്പിന്റെ, ഒരു സമുദ്രത്തിൽ കിടക്കുന്നതിന്റെ, എല്ലാത്തിന്റെയും അമ്മയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് ഒരു സഹവർത്തിത്വം. അപ്പൊ അതാണ് ഈ ഒഴുക്ക്. അപ്പൊ ഭഗവതിയാകുന്ന ഒരു മഹാസമുദ്രത്തിൽ എത്തിച്ചേരുകയാണ് ഈ പറയുന്ന നമ്മുടെ മനുഷ്യരുടെ ഓരോരുത്തരുടെയും ജന്മ ഉദ്ദേശം. ഈ ശ്രീചക്രത്തിന്റെ അടിസ്ഥാന ദേവതയാണ് ഈ ലളിതാ മഹാത്രിപുര സുന്ദരി ദേവി ഉപാസന എന്ന് പറയുന്നത്. അതിനിഗൂഢവും ശക്തവുമാണ്. കാരണം അതന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശക്തി ഉപാസന എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേവിയുടെ അനുമതി ഇല്ലാത്തവർക്ക് ഈ ഉപാസനയിൽ നിൽക്കാൻ സാധ്യമല്ല. അത് അമ്മയുടെ ഇഷ്ടം. ഇതിനകത്ത് നമ്മുടെയോ നിങ്ങളുടെയോ ആരുടെയും ഒരു ഇഷ്ടമോ അനിഷ്ടമോ ഒന്നുമല്ല. ഇതിനകത്ത് ആ കാര്യം തീരുമാനിക്കുന്നത് ഈവൻ ഗുരുമണ്ഡലം പോലും അല്ല, അമ്മ തീരുമാനിക്കും. കാരണം ഈ പറയുന്ന എന്താ പറയാ, ദേവി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അതിനിഗൂഢം. അത്രയും ശുദ്ധമാവാതെ അശുദ്ധമായിരിക്കുന്ന മനസ്സുകളിൽ ഈ മന്ത്രം ജപിക്കാൻ പറ്റില്ല. വളരെ വളരെ പ്രകടമായിട്ട് നിസ്സാരമായിട്ടിരിക്കുന്ന നമുക്ക് പോലും ഇന്നത് അനുഭവവേദ്യമാണ്. അപ്പൊ അതുകൊണ്ട് ദേവിയുടെ അനുമതി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ശുദ്ധ മനസ്കരായിട്ടിരിക്കുക. നമ്മുടെ ആവശ്യമില്ലാത്ത ഹൃദയ മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയുക. മറ്റു വിദ്യകളെല്ലാം ഭാസ്കരരായർ പറയണു, മറ്റു വിദ്യകൾ വേശ്യയ്ക്ക് തുല്യമാണെങ്കിൽ ദേവി കുലവധുവാണ്. ഈ വേശ്യ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും സ്വീകരിക്കാം. വേദങ്ങള്, വേദമന്ത്രങ്ങള് എല്ലാവർക്കും, ആർക്ക് വേണോ. അവിടെ ജാതി മത ഭ്രഷ്ടൊന്നുമില്ല. ആർക്കും, ഒരു ചണ്ടാളന് വേണമെങ്കിലും വേദമന്ത്രങ്ങൾ എടുത്ത് പറയാം, ആർക്ക്. പക്ഷേ ഈ കുലവധുവിനെ, അതിന് ഒരുപാട് നിശ്ചയങ്ങളുണ്ട്, ഒരുപാട് തീരുമാനങ്ങളുണ്ട്. എല്ലാവർക്കും അത് പറ്റില്ല, എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവി പിടികൊടുക്കില്ല എന്നർത്ഥം. കാരണം അവരിൽ നിൽക്കില്ല എന്നർത്ഥം. അപ്പോ ബ്രഹ്മാണ്ഡ പുരാണം നമുക്കറിയാം, 108 പുരാണങ്ങളിൽ ഒന്നാണ്. 18 എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. 8 + 1 9. ഇതാണ് രഹസ്യം. 9 അതായത് 9 കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെ ഈ നമ്പേഴ്സ് തുടങ്ങുന്ന 1 to 9. അത് കഴിഞ്ഞാൽ പിന്നെ 1 വരുന്നത്. 1 ഇപ്പുറത്ത് വരുന്നതെല്ലാം മൂല്യമുള്ളതാണ്. 1 അപ്പുറത്ത് 0 ഇട്ട 10, 100, 1000, 10,000, ലക്ഷം, അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പൂജ്യങ്ങൾ കൊണ്ട് ഒരുപാട് മൂല്യങ്ങളെ നേടുന്നു. ഈ 9 വരെ എത്താനാണ് പാട്. ഈ 9 ആവരണങ്ങളെ കടന്ന് ആ 1 അറിഞ്ഞാൽ ഈ നാമരൂപങ്ങളായിരിക്കണം 1, 2, 3, 4 എന്നുള്ള എല്ലാം മാറിക്കഴിഞ്ഞ് ആ 1 10 എന്നുള്ള ആ 1 എത്തിച്ചേർന്നാൽ നമുക്ക് പിന്നെ കിട്ടുന്നതെല്ലാം മൂല്യമുള്ളതായിരിക്കും. അപ്പൊ മായ എന്ന് പറയുന്ന, അതായത് ആ ഒരു അഷ്ടപ്രകൃതി. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ 1 എന്നത് പരമാത്മാവ്, 8 എന്നുള്ളത് അഷ്ടപ്രകൃതി. അപ്പൊ 8 + 1 9. അപ്പൊ ഈ മായാപ്രകൃതിയാണ് ബ്രഹ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നമുക്കറിയാം അഷ്ടതാ പ്രകൃതി, 8 പുര്യഷ്ടക ജീവൻ എന്നൊക്കെ പറയുന്ന പോലെ ജീവാത്മാവിന് ഈ പുര്യഷ്ടക ജീവൻ ഇല്ലെങ്കിൽ അഷ്ടപ്രകൃതി, അഷ്ടവസുക്കൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങള്, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അതും അതിനകത്ത് സൂര്യചന്ദ്രന്മാര്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, ഞാൻ എന്ന് പറയുന്ന ബോധം, ദ്യോവെന്ന് പറയാറുണ്ട്. അങ്ങനെ അഷ്ടമായിരിക്കും. 8 പ്രകൃതി. അപ്പൊ ഈ പ്രകൃതിയുടെ കൂടെ 1 ചേരുമ്പോ എന്തായി? ആ ഒരു ബ്രഹ്മതത്വമായി. ആ 1 എന്ന് പറയുന്നതിനെയാണ് നമ്മള്
ഈ 8 മായാപ്രകൃതിയും ബ്രഹ്മത്തിന്റെ ശക്തി തന്നെയാണ്. ആ 1 എന്നുള്ളതാണ് യഥാർത്ഥത്തില് ആ ഒരു പരബ്രഹ്മ തത്വം. അപ്പൊ 8 + 1 9. ഈ 9നെ അതിക്രമിച്ചാലേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ബ്രഹ്മതത്വത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ശ്രീചക്രത്തിന് എന്താണ് 9 ആവരണങ്ങളെന്ന് നമുക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് അല്ലെ? മായ പ്രകൃതിയാണ്, ബ്രഹ്മത്തിന്റെ തന്നെ ശക്തിയാണ്, ശിവന്റെ ശക്തിയാണ് ദേവി. അപ്പൊ ഇത് രണ്ടും അഭിന്നമാണ്, ഒരിക്കലും മാറാൻ പറ്റില്ല. അപ്പൊ ഈ 9 മന്ത്രസ്ഥാനങ്ങൾ നമ്മുടെ ഈ ശ്രീചക്രത്തിലുണ്ട്. ഈ ഒരു ബ്രഹ്മാണ്ഡ പുരാണത്തില് ലളിതാ സഹസ്രനാമം ഉണ്ട്. നമുക്കറിയാം 3 പുരാണങ്ങളാണ് നമ്മൾ ദേവിയെ കുറിച്ചുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മാർക്കണ്ഡേയ പുരാണം നമ്മൾ പറഞ്ഞു, അത് മാർക്കണ്ഡേയ പുരാണം, ദേവി മഹാത്മ്യം. അതിനുശേഷം ഈ ഒരു ബ്രഹ്മാണ്ഡ പുരാണമാണ് ഏറ്റവും പ്രധാനം. കാരണം ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ലളിതാ ത്രിപുര സുന്ദരിയുടെ രഹസ്യ നാമങ്ങൾ വരുന്നത് ഇതിനകത്താണ്. ഇതിനകത്ത് തന്നെയാണ് ആ ഒരു എന്താ പറയുക ലളിത ഉപാഖ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ദേവിയുടെ മണിദ്വീപ് ഈ ശ്രീചക്രത്തിന്റെ ആകൃതിയിലാണ്. ദേവിയുടെ മണിദ്വീപ് എങ്ങനെയായിരിക്കുക? ദേവിയുടെ മണിദ്വീപിലോട്ട് യാത്ര പോകണം. ശ്രീപുരത്തിലാണ് ദേവിയുടെ മണിദ്വീപ്. അപ്പൊ ഈ മണിദ്വീപ് ശരിക്കും പറഞ്ഞാല് ശ്രീചക്രത്തിന്റെ ആകൃതിയിലാണ്. ലളിതാദേവിയുടെ 1000 നാമങ്ങൾ എന്ന് പറയുന്നത് രഹസ്യമാണ്. ഇപ്പൊ ശ്രീവിദ്യ, ശ്രീചക്രം, ഈ പറഞ്ഞ സ്വകാര്യമായിട്ട് മന്ത്രം ഗുരുമുഖത്ത് നിന്ന് ലഭിക്കണം. അപ്പൊ ഈ പറഞ്ഞ കാരണം എന്താ? ഈ ഒരു ലളിതാ സഹസ്രനാമം ഈ പലർക്കും കൊടുക്കാൻ പാടില്ല. ദുഷ്ടന്മാർക്ക്, അജ്ഞാനികൾക്ക്, ശുംഭന്മാർക്ക്, ഇല്ലെങ്കിൽ അതിനെ വേറെ തലത്തിൽ ഉപയോഗിക്കുന്നവർക്കൊന്നും ഈ ലളിതാ സഹസ്രനാമം വായിക്കാനോ പറഞ്ഞു കൊടുക്കാനോ പാടില്ല. കാരണം അവിടെ ദേവിയെ കുറിച്ച്, അവിടെ ദേവി ഉപാസന പറയാൻ പാടില്ല. ഇപ്പൊ ചോദിക്കും, ദേവി എല്ലാവരുടെയും അമ്മയല്ലേ, എന്തുകൊണ്ട് ദേവിയെ ഉപാസിക്കാൻ പാടില്ല എന്ന് ചോദിക്കും. അങ്ങനെയല്ല. ആ ഓരോരുത്തർക്കും അമ്മ, ഇപ്പൊ മഹിഷാസുരനെ കൊല്ലാൻ അമ്മ വന്നില്ലേ? ഭണ്ഡാസുരനെ കൊല്ലാൻ അമ്മയാ വന്നത്. ഇപ്പൊ ദേവി മഹാത്മ്യത്തിന്റെ ധ്യാന ശ്ലോകത്തിലെ മാതർമേ മധുകൈട പഗ്നിയില് ഏകദേശം 11 അസുരന്മാരെ കൊല്ലാൻ ദേവി നേരിട്ട് വരുന്നുണ്ട്. അപ്പൊ ദുഷ്ടന്മാരെ അമ്മ കൈ ഇല്ലാതാക്കുന്നുണ്ടോ? മാറ്റി നിർത്തിയിട്ടുണ്ടോ? അങ്ങനെയല്ല. ദുഷ്ടന്മാരുടെ ആ ഒരു ദുഷ്ട വശങ്ങളെ ഇല്ലാതാക്കി അതും തന്റെ മക്കളാണെന്നും തിരിച്ചറിഞ്ഞ് അവരെ ശുദ്ധീകരിച്ച് തന്നിൽ ചേർക്കാനാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പൊ ഈ മന്ത്രത്തിനൊക്കെ വളരെ ശക്തിയുണ്ട്. ദുഷ്ടന്മാരുടെ കയ്യിൽ, കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ദുഷ്ടന്മാരുടെ കയ്യിൽ ഈ മന്ത്രശക്തി കിട്ടിക്കഴിഞ്ഞാല് അവര് ലോകത്തിന്റെ ഉപകാരാർത്ഥമല്ല അവര് ചെയ്യുന്നത്, ലോകത്തെ നശിപ്പിക്കാൻ. ഇന്നൊരു അണുബോംബ് ഒരു സാത്വികനായിട്ടിരിക്കുന്ന ഒരാള് ഒരിക്കലും ലോകത്തെ നശിപ്പിക്കാൻ ഉപയോഗിക്കില്ല, ഇല്ലേ? അത് സമുദ്രത്തിൽ എറിഞ്ഞു കളയും, നിർവീര്യമാക്കി കളയും. പക്ഷെ അതൊരു അസുരന്റെ കയ്യിലാണ് കിട്ടണമെങ്കിൽ തനിക്ക് ആരൊക്കെയാണോ ശത്രുക്കള് അവരെ ലക്ഷ്യമായിട്ട് അത് പ്രയോഗിക്കും. ഇത് തന്നെയാണ് ലളിതാ സഹസ്രനാമത്തിന്റെ ബേസിക് അർത്ഥം. ലളിതാ സഹസ്രനാമം ദുഷ്ടന്മാർക്കും അജ്ഞാനികൾക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കാരണം മന്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അപ്പൊ ശ്രദ്ധയുള്ളവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഈ ഒരു ലളിതാ ത്രിപുര സുന്ദരി എല്ലാ ദേവതമാർക്കും പ്രധാനമായിട്ടുള്ള ഈ ഒരു ഗുണങ്ങൾ, 4 കാര്യങ്ങളാണ് ഈ ദേവിക്ക് പ്രധാനമായിട്ടുള്ളത്. എല്ലാ സഹസ്രനാമം ആരെയൊക്കെ കുറിച്ചാണോ സഹസ്രനാമം ഉള്ളത് അവർക്കെല്ലാം ഈ ഒരു 5 ക്വാളിറ്റീസ് വേണമെന്നുണ്ട്. പക്ഷെ ഈ ലളിതാ ത്രിപുര സുന്ദരിക്ക് ഈ 5 ക്വാളിറ്റീസും വളരെ വ്യക്തമായിട്ടുണ്ട്. ഏതൊക്കെയാണത്? നാമം, രൂപം, ഗുണം, ലീല, ധാമം. ഈ 5 കാര്യങ്ങള് ഏത് ദേവതയ്ക്കും സഹസ്രനാമം വേണമെങ്കിൽ വേണം. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡിമാർക്കേഷൻ പറയാൻ പറ്റില്ല. പക്ഷെ ദേവി ലളിത മഹാത്രിപുര സുന്ദരി വളരെ വ്യക്തമായിട്ട് നാമം, രൂപം, ഗുണം, ലീല, ധാമം. ഇതിൽ ലളിതാ സഹസ്രനാമങ്ങൾ മുഴുവൻ, ഇതിൽ നാമത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ 1000 നാമങ്ങളും ദേവിയുടെ. ഇനിയിപ്പൊ ദേവിയുടെ തന്നെ ഏത് ദേവതയുടെ പേരെടുത്ത് നോക്കിയാലും ആ ശക്തി ദേവി തന്നെയാണ്. അപ്പൊ ഈ നാമങ്ങൾ മുഴുവൻ ദേവിയുടെയാണ്. അപ്പൊ രൂപം എന്താണ്? രൂപത്തിൽ നമ്മൾ ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സ കുങ്കുമ വിലേപനം അളിക ചുംബി കസ്തൂരികാം. അപ്പൊ ദേവിയുടെ ധ്യാനം എന്ന് പറയുന്നത് 4 ധ്യാനങ്ങളുണ്ട്. അതിൽ നമ്മൾ 4 നമ്മൾ ഇത് എന്നും ചൊല്ലുന്നതാണ്. അപ്പൊ അതിൽ ശ്രീവിദ്യ എന്ന് പറയുന്ന ഒരു സ്വരൂപമായിട്ടുണ്ട്. സ കുങ്കുമ രൂപത്തില് ഉള്ള ദേവിയുണ്ട്. അങ്ങനെ 4 ധ്യാന ശ്ലോകങ്ങളിലും ദേവിയുടെ രൂപവർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം മാത്രം അജ്ഞാതമായിരിക്കുന്ന ഒരാൾ എഴുതിയതാണ്. ബാക്കി 3ഉം ശങ്കരാചാര്യർ ഉൾപ്പെടെ ഉള്ളവർ എഴുതിയതാണ്. വളരെ വിശേഷമായിട്ട് ദേവി ആരാണ്, ദേവിയുടെ രൂപം എന്ത്,
അളിക ചുംബി കസ്തൂരിക ഹംസ മന്ദ ഹസിതേക്ഷണം എങ്ങനെ ഇരിക്കുന്നു, ദേവിയെ ബാഹ്യത്തിൽ കാണാൻ എങ്ങനെ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ക്വാളിറ്റി ദേവി ഇതിനകത്ത് പൂർത്തീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തത് ഗുണം. അപ്പൊ ദേവിയുടെ ഗുണം എന്താണ്? ദേവിയുടെ ഗുണം എന്ന് പറയുന്നത് ശ്രീവിദ്യ. ശ്രീവിദ്യയാണ് അമ്മ അല്ലെ. ആ ശ്രീവിദ്യക്ക് വേണ്ട ഗുണം എന്താണ്? ധ്യായേത് പത്മാസനസ്ഥാം വികസിത വദനാം പത്മപത്രായദാക്ഷീം ഹേമാംബാം പീതവസ്ത്രം കരകലിതലസത് ഹേമ പത്മാമരാമി. അവസാനം എന്താ പറയുന്നത്? ശാന്തമൂർത്തി. അപ്പൊ ദേവിയുടെ ഗുണം എന്ന് പറയുന്നത് ശാന്ത്യാതീത കലാത്മിക എന്ന് ദേവിക്കൊരു നാമമുണ്ട്. ഈ ശാന്തി എന്ന് പറയുന്നത് ഗുണങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ്. നമ്മൾ പരമമായിരിക്കുന്ന വിശ്രാന്തി സ്ഥാനം എന്നൊക്കെ പറയും അല്ലെ. എവിടെയാണ് നമ്മുടെ വിശ്രാന്തി? ആനന്ദമയ ചക്രത്തില്. അപ്പൊ ആനന്ദം ശ്രീചക്രത്തിന്റെ കൊടിക്കൂറയായിട്ടുള്ള ആനന്ദമയ ചക്രത്തില് എന്തൊക്കെ വിക്ഷോഭങ്ങളും എന്തൊക്കെ പുറമേ എന്തൊക്കെ നടന്നാലും ആനന്ദമായിട്ട് സന്തോഷമായിട്ട് ശാന്തിയായിട്ടിരിക്കുന്ന ഒരേ ഒരു ദേവതയേ ഉള്ളൂ. ശ്രീചക്രമാകുന്ന തന്റെ തേരില് ആരൂഢയായിരിക്കുന്ന ലളിതാ മഹാത്രിപുര സുന്ദരി. അമ്മയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് മനുഷ്യന്റെ ലക്ഷ്യവും. എല്ലാ മനുഷ്യർക്കും എന്താ വേണ്ടത്? ശാന്തി അല്ലെങ്കിൽ സമാധാനം. അമ്മ ശാന്തമൂർത്തി. ധ്യായേത് പത്മാസനസ്ഥാം എന്നുള്ള ധ്യാന ശ്ലോകത്തിൽ അവസാനം എന്താ പറയുന്നത്? ശാന്തമൂർത്തിയും സകല സുരനുതാം സർവസമ്പത് പ്രദാത്രിയും. അപ്പൊ ശാന്തമൂർത്തിയായിരിക്കണം. നമുക്കൊരു അജിറ്റേറ്റഡ് ആയിരിക്കുന്ന ദേവിയെ ഭജിക്കാൻ പറ്റുമോ? അമ്മ പല രൂപങ്ങൾ എടുക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയാ നല്ലതിന് വേണ്ടിയിട്ടും എല്ലാവരെയും അനുഗ്രഹ സ്വരൂപമായിട്ടിരിക്കുമ്പോൾ ശാന്തമായിട്ടിരിക്കുക. അല്ലാത്തപ്പോ രൗദ്രഭാവം എടുക്കാറുണ്ട്. വളരെ എന്താ പറയാ ഭീതിജനകമായിരിക്കുന്ന കാളീ സ്വരൂപം എടുക്കാറുണ്ട്. പക്ഷെ ഈ അമ്മയുടെ ശരിക്കുള്ള രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമ്മ ശാന്തമൂർത്തിയാണ്. അപ്പൊ ശാന്ത്യാതീത കലാത്മിക. കലകളില് ഈ 9 ഗുണങ്ങളില് നമുക്ക് കോപ രൗദ്രം നമുക്ക് എന്താ പറയാ ഡാൻസിലൊക്കെ പഠിക്കുന്ന ഗുണം ഈ പറയുന്ന ആ ഒരു 9 എണ്ണത്തില് ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ഗുണമാണ് ശാന്തി. അപ്പൊ അമ്മയുടെ ഗുണം എന്താണ്? ശാന്തി. ഇനി അടുത്തത് എന്താ? അമ്മയുടെ ലീല. അപ്പൊ ദേവിയുടെ ലീല എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചമേ അമ്മയുടെ ലീലയാണ്. അപ്പൊ തേൻ നിറഞ്ഞ കുടം കയ്യിലും താമരപ്പൂ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദേവി. സിന്ദൂരാരുണ വിഗ്രഹം എന്നുള്ള ധ്യാന ശ്ലോകത്തില് സിന്ദൂരാരുണ വിഗ്രഹം തൃനയനം മാണിക്യ മൗലിസ്ഫുര താരാനായക ശേഖരം സ്മിതമുഖി ആപീന വക്ഷോരുഹം പാണിഭ്യം അളിപൂർണ രത്നചഷകം രക്തോത്പലം ബിഭ്രതീം. അമ്മയുടെ കയ്യിൽ എന്തൊക്കെയായിരിക്കുന്നത്? തേൻ നിറഞ്ഞ കുടം, കയ്യിൽ ഒരു താമരപ്പൂ. അപ്പൊ അമ്മയുടെ ലീല എന്താണ്? അമ്മയുടെ ലീല എന്ന് പറഞ്ഞാല് ഏറ്റവും ഈ പ്രപഞ്ചമാകുന്ന ആ ഒരു ലളിതമായിരിക്കുന്ന ആ ലീലയിലൂടെ പ്രപഞ്ചത്തിലെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, അങ്ങനെ പഞ്ചകൃത്യങ്ങള് ലീല പോലെ ചെയ്യുന്ന സ്വരൂപിണിയായിരിക്കുന്ന ദേവി. അപ്പൊ അമ്മയുടെ ലീല ഏറ്റവും ഉയർന്നത്. ഇനി അടുത്തത് ധാമം. അപ്പൊ അമ്മയുടെ ധാമം എന്ന് പറഞ്ഞാൽ എന്താ? അത് ധാമം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം എന്ന അർത്ഥം. ധാമം നമ്മുടെ ധ്യാനത്തിലൂടെ തീയുടെ അയനത്തിലൂടെ എത്തിച്ചേരേണ്ട സ്ഥലം. അതാണ് അമ്മയുടെ ശരിക്കും ആ ധാമം എന്താണെന്ന് ചോദിച്ചാല് അമ്മ എന്താണ്? അരുണാം കരുണാതരംഗിതാക്ഷീം എന്നതാണ് ധാമം. കാരണം കരുണയുള്ള ഒരാളുടെ അടുത്തേ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഈ 4 ധ്യാന ശ്ലോകങ്ങളിലൂടെ തന്നെ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുക. അപ്പൊ കരുണയുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് എത്രയൊക്കെ സ്നേഹം തന്നാലും ആ ഒരു കരുണയോടുകൂടിയുള്ള ഒരു നോട്ടം നമുക്ക് എപ്പോഴും എത്തിച്ചേരാൻ പറ്റുന്ന, ഇനി എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും നമ്മളോട് സ്നേഹമുള്ള ഒരേ ഒരു വ്യക്തി അമ്മയാണ്. കാരണം എന്താ? ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം, കുഞ്ഞുങ്ങളോട് അമ്മയ്ക്കുള്ള സ്നേഹം, ഗുരുക്കന്മാരോട് ശിഷ്യർക്കുള്ള സ്നേഹം, ഗുരു ശിഷ്യ ബന്ധം, ആ മാതാ പുത്ര ബന്ധം, ഇതൊക്കെയാണ് നമുക്ക് എത്രയധികം എന്താ പറയുക വിരോധം വന്നാലും എത്ര വഴക്ക് പറഞ്ഞാലും നമുക്കത് എന്താ പറയാ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ, നല്ലതിന് വേണ്ടിയിട്ടാണ് അവര് പറയുന്നതെന്ന് നമുക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടാവും. അപ്പൊ അത് തന്നെ നമ്മൾ ഈ പറഞ്ഞതെല്ലാം മറന്നു പോകും. പിന്നെ ആ പറഞ്ഞതാണോ അവർക്ക് ആ കുട്ടികൾക്കും വിഷമമില്ല, അമ്മയ്ക്കും വിഷമമില്ല. അപ്പൊ അരുണാം കരുണാതരംഗിതാക്ഷിയും. അപ്പൊ അരുണ നിറത്തില് കരുണയോടുകൂടിയുള്ള ആ ഒരു കണ്ണുകളോടുകൂടിയ അമ്മ, അതാണ് അമ്മയുടെ ധാമം. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടത്. ഇങ്ങനെ ഈ 5 കാര്യങ്ങളും ലളിതാ സഹസ്രനാമത്തില് വളരെ ഭംഗിയായിട്ട് ഒത്തുചേരുന്നുണ്ട്. അപ്പൊ ഈ ശ്രീമാതയിൽ തുടങ്ങി ലളിതാംബയിൽ അവസാനിക്കുന്ന ഈ സഹസ്രനാമം ശരിക്കും പറഞ്ഞാൽ എന്താണ്? ആ ഒരു
ഒരു ശ്രീമാത, മായിൽ തുടങ്ങി അവസാനം നമ്മൾ എവിടെ കൊണ്ട് ചെല്ലും? മാ എന്ന് പറഞ്ഞാൽ എന്താ? കാമം. കാമം എന്ന് പറഞ്ഞാൽ കാ മാ, രണ്ടക്ഷരങ്ങള്. ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാം കാമങ്ങളാണ്, ഡിസയേഴ്സ് ആണ്. അപ്പൊ കാമന്റെ ദാനമാണ് നമുക്ക് ആഗ്രഹങ്ങൾ. കാമദേവനാണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തിലൂടെ? അമ്മയുടെ കയ്യിലിരിക്കുന്ന 5 പൂവമ്പുകളിലൂടെ, 5 പഞ്ച തന്മാത്രകളിലൂടെ പ്രപഞ്ചമാകുന്ന ഈ ഒരു എന്താ പറയാ ധാമത്തില്, മനുഷ്യന്റെ ധാമമാണ് ഈ ഭൂമി. ഈ ഒരു പ്രപഞ്ചത്തില് നമുക്ക് ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരാളാണ് കാമദേവൻ, അല്ലെ? നമുക്ക് ഈ ഉണ്ടാക്കുന്നത് ഏതിലൂടെയാ? 5 പൂവമ്പകളിലൂടെ. ആ ഒരു പഞ്ച തന്മാത്രകളിലൂടെ നമ്മുടെ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന തന്മാത്രകളിലൂടെ, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ കാഴ്ചകൾ കാണിച്ച് നമ്മുടെ മനസ്സിനെ മഥിപ്പിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് കാമദേവൻ. അപ്പൊ ഈ കാമദേവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി എന്നർത്ഥം. ഈ പരാശക്തിയാണെങ്കിലോ, ഈ പരാശക്തിയായിരിക്കുന്ന ദേവിയുടെ ആ ഒരു കാ എന്ന് പറയുന്നത്, നമ്മള് ആ കാ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാണ് അവിടെ അർത്ഥം. മാ എന്ന് പറഞ്ഞാൽ ദേവി. അപ്പൊ കാമം എന്ന് പറഞ്ഞാൽ എന്താ? ശിവശക്തി സ്വരൂപം. ആഗ്രഹങ്ങൾ എവിടെയാ നമുക്ക് തീരുന്നത്? മോക്ഷത്തിലാ തീരുന്നത്. അപ്പൊ കാ എന്ന് പറഞ്ഞാല് ശ്രീമാത, ശ്രീ മഹാരാജ്ഞി. അതിൽ മാത എന്ന് പറയുന്ന ആ ഒരു മാ തുടങ്ങിയിട്ട് അവസാനം എന്താണ് തീരുന്നത്? ലളിതാംബിക, കായിലാ തീരുന്നത്. അപ്പൊ മായില് തുടങ്ങി കായില് തീരുന്നു. എവിടെ തുടങ്ങി? നമ്മൾ പ്രകൃതിയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെ അതിക്രമിച്ച് കായ് എന്ന് പറയുന്ന ശിവതത്വത്തിൽ എത്തിച്ചേരുക. അവിടെയാണ് ലാസ്റ്റ് നാമം ശിവശക്തിക്ക് രൂപിണി ലളിതാംബിക. അപ്പൊ കായില് തീരുക. അപ്പൊ മായും കായും ഇതിന്റെ ഇടയ്ക്കുള്ള 998 നാമങ്ങള് നമ്മുടെ ഓരോ മനുഷ്യ ജീവന്റെയും ആഗ്രഹ പൂർത്തീകരണത്തിന് അമ്മയെ ജപിച്ച് ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കാം. കാരണം എന്താ? എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് ന്യായമായിട്ടിരിക്കുന്ന ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം, കാമനകളെ പൂർത്തീകരിക്കാൻ ദേവിയല്ലാതെ വേറെ ആരുമില്ല. അത്രയ്ക്ക് കരുണാമൂർത്തിയാണ് അമ്മ. അപ്പോ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് മായില് തുടങ്ങി കായിൽ അവസാനിക്കുന്നതാണ്. വിശ്വത്തിലെ, ഈ പ്രപഞ്ചത്തിലെ ലാളിത്യപൂർവ്വം ലീലകൾ ആടുന്ന ദേവിയാണ് ലളിത ത്രിപുരസുന്ദരി. ഈ ദേവതയെ കുറിച്ചുള്ള പഠനമാണ് ലളിതാ സഹസ്രനാമം. ഈ ഇടയ്ക്ക് ഇപ്പൊ നമ്മള് അമ്മയിൽ തുടങ്ങി ദേവി ശിവനിൽ അവസാനിച്ചു എന്ന് പറയണു. അപ്പൊ ഇതിനകത്തിരിക്കുന്ന 998 നാമം പഠിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ആഗ്രഹ പൂർത്തീകരണം, ഇല്ലേ? നമുക്ക് പുരുഷാർത്ഥങ്ങള് അതിനകത്ത് എല്ലാം പറയുന്നുണ്ട്. പുരുഷാർത്ഥപ്രദ, പൂർണ്ണ. അമ്മയുടെ ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താ? ഈ അനുഗ്രഹമാണ്. ഇപ്പൊ തുടങ്ങുന്നത് നമുക്ക് അമ്മയിൽ തുടങ്ങിയിട്ട് അവസാനം അച്ഛനിൽ ചെന്ന് നിൽക്കണം. അവസാനം ഈ ആഗ്രഹങ്ങൾ ഇതിനോടകം പൂർത്തീകരിച്ചോളണം. കാരണം കാമങ്ങള് നമുക്ക് ജന്മത്തിന് കാരണമാകും. കാമപൂർത്തീകരണം, ആഗ്രഹങ്ങളെല്ലാം നിവർത്തിച്ചോളണം. ഇനി എത്ര ജന്മം വേണം? അത് പറഞ്ഞോളൂ. കാരണം എനിക്കൊരു 5 ജന്മം വേണം, 5 ജന്മത്തിൽ പല പല വിവിധ ആളുകളായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ജനിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും പറയാം. കാരണം എന്താ? കാരണം അമ്മ സർവകാമങ്ങളെ കൈവല്യപദായിനി. ഇതെല്ലാം കഴിഞ്ഞ് നിനക്ക് കൈവല്യപദം എപ്പോഴും വേണമെന്ന് പറയണോ, തന്റെ മക്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് അമ്മ കാത്തുനിന്ന് എത്ര ജന്മങ്ങൾ വേണോ എടുത്തോളൂ, അവസാനം ഞാൻ നിനക്ക് എന്ത് തരാം? കൈവല്യവും തരാം, മുക്തിപദവും തരാം എന്ന് പറയുന്ന ഒരു അമ്മ ഈ ലളിതാ ഭഗവതി അല്ലാതെ വേറെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് സർവകാമ പൂർത്തീകരണ നാമങ്ങളാണ്. ലളിതാ സഹസ്രനാമം ഒരു ഉപാസകനെ സംബന്ധിച്ച് അവന്റെ കാമനകളെ, അവന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ അമ്മയും അച്ഛനും, തുടക്കത്തിൽ അമ്മയും അവസാനം അച്ഛനെയും ഇരുത്തി, അതിനെയാണ് സമ്പുടിതം എന്ന് പറയുക. നമ്മളെപ്പോഴും പൂർണ്ണമാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മാല കെട്ടിക്കഴിഞ്ഞാല് ആ 2 ഓപ്പൺ ആയിട്ട് ഇടുന്നത്, നമ്മളിപ്പോ ദേവിക്ക് ചതുഷ്ഷഷ്ടി ഉപചാരം കൊടുക്കുമ്പോൾ അമ്മയുടെ കഴുത്തിൽ നമ്മൾ മധുര മീനാക്ഷിക്കൊക്കെ ഇടുമ്പോൾ ഓപ്പൺ ആയിരിക്കണം മാല. കാരണം 2 സൈഡും തുറന്നിരിക്കും, അതിനെ കെട്ടില്ല. അതിനൊരു വളരെ താത്വികമായിട്ട് താന്ത്രശാസ്ത്രപരമായിട്ടൊരു അതിന് അർത്ഥമുണ്ട്, ഒരുപാട് അർത്ഥമുണ്ട് അതിന്. അതിൽ ഈ ഒരു മാലയ്ക്ക് പറയുന്ന ഒരു പ്രത്യേക പേരുണ്ട്. അത് ദേവിക്ക് അവിടെ ചാർത്തുമ്പോൾ കാമനകളെ പൂർത്തീകരിക്കും. അവിടെ കെട്ടില്ല. കാരണം കെട്ടിക്കഴിഞ്ഞാൽ സർക്കിളായി പോകും. അവിടെ കെട്ടുവരില്ല, ഓപ്പൺ ആയിട്ട് വെച്ചേക്കും. കാരണം നിനക്ക് എത്ര ജന്മം വേണം? മധുര മീനാക്ഷിയൊക്കെ എന്താ? ശ്രീവിദ്യ ശിവവാമഭാഗനിലയ ഹ്രീങ്കാര മന്ത്രോജ്വല. അമ്മയൊക്കെ കാമങ്ങളെ പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കുന്നവരാ. കാരണം മാതങ്കിയായിട്ട് മധുര മീനാക്ഷിയായിട്ട് ഇരിക്കുന്ന ദേവി. അതേസമയം
നമ്മൾ കാഞ്ചി കാമാക്ഷിയിൽ ചെല്ലുകയാണെങ്കിൽ അമ്മ 2 കാലും മടക്കി വെച്ച് മാല മുഴുവനും പൂർത്തീകരിച്ച് കെട്ടിയ മാല അമ്മയുടെ കഴുത്തിലിടുന്നത്. അവിടെ നമ്മള് ഈ ദേവിയെ ഉപാസിക്കുമ്പോൾ കാമനകൾ പൂർത്തീകരിച്ച് അടുത്ത പദത്തിലേക്ക് പൊക്കോളണം, യോഗ പദത്തിലേക്ക് പൊക്കോളണം. ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന മാല നമുക്കിനി ജന്മങ്ങൾ വേണം എന്ന് പറയുന്ന ആ അർത്ഥമാണ്. അങ്ങനെ ഒരു മാല കൊണ്ടിടുമ്പോൾ എനിക്കിനി ഒരുപാട് ഉണ്ടമ്മ, ഇതൊന്നും പോരാ, ഇനി പല ജന്മങ്ങൾ വേണം. അപ്പൊ എനിക്ക് എന്തൊക്കെ ആവണം? ഡോക്ടർ ആവണം, IAS ആവണം, അത് വേണം, ഇത് വേണം, പഠിപ്പിക്കണം, ഇനി കൂടുതൽ ശ്രീവിദ്യ ഉപാസനയിൽ നന്നായിട്ട് പോണം. എത്ര ആഗ്രഹങ്ങളാ, എത്ര ആയിക്കോട്ടെ, സാരമില്ല. അതിനനുസരിച്ച് എനിക്കൊരു ജന്മം തരൂ എന്ന് പറഞ്ഞാൽ അതും തരും. ഏത് ജന്മം വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ അമ്മയുടെ പാദപത്മങ്ങൾ മറന്നു പോകരുത്. അമ്മയെ ഉപാസിക്കണം. കാരണം അമ്മയാണ് നമുക്ക് തരുന്നത്. ഈ ഒരു ബോധത്തോടു കൂടി ഈ ഒരു നാമങ്ങൾ, സഹസ്രനാമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞ് നമുക്കൊരു തൃപ്തി ഉണ്ടാവണം ഉള്ളില്. അതുകൊണ്ടാണല്ലോ അമ്മയെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നത്. ആ ഒരു തൃപ്തി, അതാണ് ആ ശാന്തി നമ്മുടെ ഉള്ളിൽ. അതാണ് ശാന്ത്യാതീത കലാത്മിക, അമ്മയുടെ ശാന്ത സ്വരൂപം. നമ്മളും ശാന്തമാവണം. ഇതുവരെ നമ്മുടെ മനസ്സ് അജിറ്റേറ്റഡ് ആയിരുന്നു, കലുഷിത മനസ്സാണ്. ദുഃഖങ്ങള് സുഖങ്ങള് ഇങ്ങനെ മാറി മാറി വരുന്നു. സുഖം സന്തോഷം തരണു, ദുഃഖങ്ങൾ തരണു. മനസ്സ് ഇങ്ങനെ തിരമാലുകൾ പോലെ ഇങ്ങനെ എന്താ പറയാ അലയടിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ ഒരു ശാന്തത വരണമെങ്കിൽ എന്ത് വേണം? ഈ സുഖങ്ങളെല്ലാം അനുഭവിച്ചോളൂ. അതിനെന്താ? അമ്മയല്ലേ തരുന്നത്. അത് അനുഭവിച്ചിട്ട് ഈ അമ്മയെ പഠിച്ചു കഴിയുമ്പോൾ നമ്മള് ആ ഒരു മുക്തി പദത്തിലേക്ക്, മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യമാണ് മുക്തി. അപ്പൊ അതും അമ്മ തരും, കൈവല്യ പദം തരും അമ്മ. അതും ചോദിച്ചോളണം. കാരണം ഇല്ലെങ്കില് ഈ ജനന മരണ ദുഃഖങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ജന്മം നമുക്ക് ബ്ലെസ്സിങ് ആണെന്ന് പറയാൻ പറ്റില്ല. ജന്മം ദുഃഖം തന്നെയാണ്. 9 മാസത്തെ ഗർഭവാസം, അത് കഴിഞ്ഞുള്ള ഒരു എന്താ പറയാ പുഴുക്കൾ അരിച്ചു കിടക്കുന്ന ആ ഒരു പല പല എന്താ പറയാ നീറ്റലും ദുഃഖവും വിഷമവും ശരീരക്ലേശവും, അതിൽ നിന്നുള്ള ഒരു വളരല്, ഈ പ്രപഞ്ചവുമായിട്ടുള്ള അറിവ് അതിനെ എന്താ വിടർന്നു വരിക. ശരിക്കും പറഞ്ഞാല് ജന്മം എന്ന് പറയുന്നത് എന്താ പറയാ സുഖമാണെന്ന് പറയാൻ പറ്റില്ല. ഈവൻ നാരദൻ പറയുന്നുണ്ട്, ഭഗവാനെ ഇതാണോ മനുഷ്യജന്മം, ഇതാണോ എല്ലാവരും സുഖം എന്ന് പറയുന്നത്? എനിക്ക് മതിയായി, എനിക്ക് ഒരു ഞൊടിയുടെ കൊണ്ട് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് നാരദൻ പറയുന്നത്. നാരദന് മനുഷ്യജന്മം കൊടുക്കുകയാണ് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ മനുഷ്യജന്മം സുഖം എന്ന് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും എത്ര സുഖമുള്ളവനും ദുഃഖവും കാണും. ഒരു ഇരുട്ടും ഒരു വെളിച്ചവും പോലെ. നമ്മൾ വിചാരിക്കുന്നതാണ് എല്ലാവരും വളരെ സുഖമാണെന്ന്. നമുക്ക് അവരുടെ ആ ഒരു ഇന്നർ പാർട്ട് ഒന്നും അറിയില്ല. കാരണം ഏറ്റവും വലിയ സുഖിമാനും ഏറ്റവും വലിയ ദുഃഖമുള്ളവനും രണ്ടും കറക്റ്റ് അല്ല. കാരണം ഇത് രണ്ടും ഏറ്റക്കുറച്ചിലുണ്ട്. പിന്നെ നമുക്ക് ജനനാലെ കിട്ടുന്ന ചില ശാപങ്ങള് താപങ്ങൾ, അത് ഓരോരുത്തർക്ക് വ്യക്തിഗതമാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കും. കാരണം നമ്മുടെ പുണ്യപാപങ്ങൾ സമമാവുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത്. അതിൽ നമ്മൾ ഏറ്റക്കുറച്ചിലുകൾ വരുന്നേ ഉള്ളൂ. അത് നമ്മുടെ ഭൗതികമായിരിക്കുന്ന ഐശ്വര്യങ്ങളിലായിരിക്കും ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത്. മനുഷ്യജന്മം സുഖം എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും പറയുന്ന ദേഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പോ ദേഹം വേണം ഒരു ഉപാധിയായിട്ട്. ഒരു സാധകന് സാധനയിൽ പുരോഗമിക്കണമെങ്കിൽ, സാധ്യമായിരിക്കുന്ന വസ്തുവിനെ കിട്ടണമെങ്കിൽ ഒരു ഉപാധി വേണം. അതിനെ മാത്രമായിട്ടേ ശരീരത്തെ കാണാവൂ. അല്ലാതെ അത് കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കാൻ ഒരു മടിയും വിചാരിക്കണ്ട. കാരണം പാമ്പ് ചട്ട ഉപേക്ഷിക്കുന്ന പോലെ ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിൽ ചെളി വരണ്ട അഴുക്ക് വസ്ത്രങ്ങൾ, പഴയതായ മുഷിഞ്ഞ ആ ഒരു വസ്ത്രത്തെ മാറ്റുന്ന പോലെ ത്യജിക്കാൻ നമുക്ക് പറ്റണം. കാരണം എന്താ? അമ്മയാണ് ഇതിനകത്തിരിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടാത്തത് നമുക്കും വേണ്ട. നമ്മൾ ഈ രണ്ട് ഞാൻ വേറെ അമ്മ വേറെ എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ഈ ദേഹി തന്നെയാണ് നമ്മുടെ എല്ലാം, ജീവാത്മാവ്. നമുക്ക് ഈ നാമരൂപങ്ങൾ തന്ന് നമ്മളെ ഈ പേര് വിളിച്ചിവിടെ ഇരുത്തിയിരിക്കുന്നതും അമ്മയാ. നാളെ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ പേര് നഷ്ടപ്പെട്ടു. ആ പേര് നഷ്ടപ്പെട്ട നമുക്ക് പിന്നെ ആരാ ഉള്ളത്? അമ്മയുടെ പേരല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് അധികം കിടന്ന് പിടിച്ചു തൂങ്ങേണ്ട കാര്യമില്ല. ഇനി ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ സാധിക്കാം. അതിനെന്താ? ഈ 998 നാമങ്ങൾ എന്തൊക്കെ തരുമോ അതെല്ലാം, സകല ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് അമ്മ അവസാനം നമുക്ക് കൈവല്യ പദം തരട്ടെ. ആ ശിവ സായുജ്യ പദവി നമുക്ക് തരട്ടെ. ശിവനെ നമ്മൾ അറിയട്ടെ. ആ ശിവൻ മുക്തി തരട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം ഈ ഒരു ലളിതാ സഹസ്രനാമം സർവ കൽപ്പലതികയാണ്. ഭാസ്കർ രായർ പറയണു, തരാത്തതായിട്ട് ഒന്നുമില്ല. കൽപ്പലതിക, കൽപ്പവൃക്ഷം. ആഗ്രഹിക്കുന്നത് എന്തും തരും. കാരണം ഉപാസനാമൂർത്തിയാണ് നമ്മുടെ. എന്തിനാ ഉപാസനാമൂർത്തി? എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഓരോ ഉപാസനയിൽ പ്രവേശിക്കുമ്പോൾ ഓരോ മൂർത്തിയെ ഉപാസിക്കുക. പക്ഷെ നമ്മൾ ദേവി എന്ന് പറയുന്ന അമൂർത്തമാണ്. ദേവി മൂർത്തവുമാണ് അമൂർത്തവുമാണ്. ഈ ദേവിയെ ഒരു
ഏറ്റവും ഉയർന്ന ജന്മത്തിൽ മാത്രമേ ദേവിയെ ഉപാസനയ്ക്ക് കിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ളവരെല്ലാം ഉപാസിച്ചു കാണും പല ജന്മങ്ങളില്. ഈ ദേവിയിൽ തന്നെ പലരും ശ്രീവിദ്യ ഉപാസന വിട്ടുപോകും. പക്ഷെ അതിൽ നിൽക്കുന്നവരെന്താ, അത്രയ്ക്ക് ഉയർന്ന മനസ്സുള്ളവർക്കേ ശ്രീവിദ്യ ഉപാസനയിൽ നിൽക്കാൻ പറ്റൂ. ദേവിയെ ഉപാസിക്കുക, ദേവിയെ ഉപാസനാമൂർത്തിയായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പ്രപഞ്ചം, ഈ വിശ്വം, ഈ ഭുവനങ്ങള്, ഇതിന്റെ എല്ലാം നമ്മൾ സ്വന്തം എന്ന അർത്ഥം. പക്ഷെ നിസ്സാരരായിട്ടുള്ള നമ്മുടെ മനസ്സ് അത്രയും ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നില്ല. കാരണം അമ്മ നമ്മുടെ ആണെന്ന് പറയുമ്പോ എന്താ, നമ്മുടെ അമ്മയുടെയാണ്, പിന്നെന്താ? അപ്പൊ അമ്മയുടെ എല്ലാ സ്വത്തുക്കളും നമ്മുടെ അല്ലേ? നമ്മൾ ലിമിറ്റഡ് ആയിട്ട് 5 സെന്റും ഈ ഒരു കെട്ടിടവും ഇത് എന്റേത്, അതിൽ നിൽക്കുന്ന നമുക്ക് ആ മനസ്സ് തുറക്കാൻ പറ്റുന്നില്ല. ഈ അമ്മയെ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇൻഫിനിറ്റ് ആവണം, നമ്മുടെ മനസ്സ് തുറക്കണം. എല്ലാം വിശ്വപ്രപഞ്ച സ്വരൂപിണിയായിരിക്കണ ഈ അമ്മ എന്റേതാണെങ്കിൽ ഇവിടെ എനിക്ക് ഒന്നും എടുക്കാനുമില്ല, കൊടുക്കാനുമില്ല, നമുക്കൊന്നും നേടാനുമില്ല, കളയാനുമില്ല. അമ്മയുടെ ആഗ്രഹത്തിന് വരുന്നു, അമ്മയുടെ ഇഷ്ടമനുസരിച്ച് ഇവിടെ ജീവിക്കുന്നു, അമ്മയിലേക്ക് തിരിച്ചു പോകുന്നു. നമുക്കൊരു ധാമമുണ്ട്, പെർമനന്റ് ആയിട്ടൊരു സ്ഥലമുണ്ട്. നമ്മൾ എന്തിനാ ഈ വാടകയ്ക്ക് ഇവിടെ താമസിക്കുന്നത്? ഒരു 50 വർഷം, 60 വർഷം, 70 വർഷം അത്രയല്ലേ നമുക്കുള്ളൂ. നമ്മള് ടെനൻസ് അല്ലേ? ഇത് വാടക സ്ഥലമാണ് നമുക്ക്. പക്ഷെ വാടക കൊടുക്കണ്ട, അമ്മ എല്ലാം ഫ്രീ ആയിട്ട് തരണു ഇല്ലേ? വായു, വെള്ളം, പഞ്ചഭൂതങ്ങളെല്ലാം ഫ്രീ ആയിട്ട് തരുന്നു, ശരീരവും തന്നു. പിന്നെന്താ? ഇവിടെ സുഖമായിട്ട് താമസിക്കുക, വന്ന വഴിക്ക് തിരിച്ചു പോവുക, വന്ന സ്ഥലം മറക്കാതിരിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല ജീവിതം, നല്ല മരണം, സ്വച്ഛന്ത മൃത്യു, ഇതെല്ലാം കൊടുക്കുന്ന ഇത് സിദ്ധികളാണ്. എല്ലാവർക്കും ഇത് കിട്ടില്ല, ഒരു സ്ട്രഗിളിങ്. ഇനിയിപ്പോ ഏത് മനുഷ്യ ദൈവങ്ങളെയാണ് ഇവിടെ ഉപാസിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭൂമിയിൽ അവർക്കൊക്കെ ജന്മങ്ങൾ വരണം. കാരണം മനുഷ്യര് ഒരിക്കലും പൂർണ്ണനല്ല, അപൂർണനാണ്. നമുക്കൊരു മനുഷ്യനെ ഉപാസിക്കാൻ, മനുഷ്യനെ ദൈവമായിട്ട് ഉപാസിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ഭാരതീയ പൈതൃകം അതിന് പറയുന്നില്ല. ഇവിടെ ഗുരുപരമ്പരയാണുള്ളത്, ഗുരുക്കന്മാര്. അവര് ദൈവങ്ങളല്ല, അവര് നമുക്ക് കാണിച്ചു തരുന്നവരാ, അവര് ദേശികന്മാരാണ്. ഇത് നിന്റെ ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെ നീ അറിയും. ഒരു വിളക്കിൽ നിന്ന് വേറൊരു വിളക്ക് കത്തിച്ചു തരുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഈശ്വരനെ പൂജിക്കുക, അല്ലാതെ നമ്മള് ഗുരുക്കന്മാരെയോ ഇല്ലെങ്കിൽ എന്താ പറയുക സിദ്ധികളുള്ളവരെയോ പൂജിച്ചു കഴിഞ്ഞാല് 12 പ്രാവശ്യം തനിയാവർത്തനം എന്നതിന് പറയുന്നത്, 12 പ്രാവശ്യം മനുഷ്യ ജന്മം എടുക്കണം എന്നാ പറയുന്നത്. കാരണം ഒരിക്കലും മനുഷ്യൻ, അപൂർണനായ മനുഷ്യനെ ഈശ്വരനായിട്ട് പൂജിക്കാൻ പാടില്ല. അവന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര തത്വത്തെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ. അതാണ് ആത്മതത്വം. എപ്പോഴും ഇത് പൂജിക്കാൻ ആ മനസ്സ് നമുക്ക് ഉയരുന്നു. അപ്പൊ നമ്മളെല്ലാവരും എന്താ, അതീവ പുണ്യശാലികളാണ്. കാരണം ഈ ദേവിയെ പൂജിക്കാൻ പറ്റുക, അത് ഏത് ജന്മത്തിലാണെങ്കിലും അതിനുള്ള അർഹത നമ്മൾ നേടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ എന്താ പറയാ ഗോൾഡൻ ലിപികളിൽ എഴുതി വെക്കുക. ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖങ്ങൾ വന്നോട്ടെ, പക്ഷെ ഈ ഒരു ശ്രീവിദ്യ ഉപാസന കിട്ടിയത് അത് സ്വർണമയമായിട്ടുള്ള നക്ഷത്ര ലിപികളിൽ എഴുതുക എന്നാ. കാരണം നമുക്ക് ഒരു മനുഷ്യ ഗുരുക്കന്മാരെ കാലിൽ പൂവിട്ട് പൂജിക്കാനോ ഒന്നല്ല, നമുക്കൊരു ഗുരുപരമ്പര കാണിച്ചു തരുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന ശക്തി, എല്ലാത്തിലും ഇരിക്കുന്ന ശക്തി, അത് കാണിച്ചു തരുന്ന ഒരു നല്ല ഗുരുപരമ്പരയെ കിട്ടി. ഈ ഒരു പ്രപഞ്ചേശ്വരിയായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയെ നമുക്ക് ഉപാസിക്കാൻ പറ്റി. അമ്മയുടെ ലളിതാ സഹസ്രനാമം പഠിക്കണു, അമ്മയെക്കുറിച്ച് അമ്മയെ ഉപാസന ചെയ്യണു, അമ്മയുടെ പഞ്ചദശാക്ഷരി മന്ത്രം കൊണ്ട് അമ്മയെ നമ്മൾ ഉപാസിക്കുന്നു. ഇതൊക്കെയാണ് സിദ്ധികൾ എന്ന് പറയുന്നത്. ആ സിദ്ധികളെല്ലാം നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. കാരണം ശ്രീചക്രത്തിന്റെ ആദ്യത്തെ ഈ 10 സിദ്ധി ദേവതമാര് ഇരിക്കുന്നത് എവിടെയാ? ഭൂപുരത്തിലാണ്. ആ ഭൂപുരത്തിന്റെ 3 വരകളിലെ രണ്ടാമത്തെ എന്താ പറയുക അഷ്ടമാതൃക്കള്, മുദ്രാശക്തികള് ആദ്യം ഇരിക്കുന്നവരാണ് സിദ്ധി ദേവതമാര്. അണിമ, ലഘിമ, ഗരിമ തുടങ്ങിയുള്ള 10 സിദ്ധികള്. അപ്പൊ ഈ ഏത് ഈശ്വരനെ പൂജിച്ചാലും നമുക്ക് സിദ്ധി വരണമെങ്കിൽ, നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ ഈ ഒരു സിദ്ധി ദേവതമാര് കനിയണം. ഇനി പ്രാകാമ, ഈശ്വത്ത, വശ്യത്ത ഏത് കിട്ടണമെങ്കിൽ, അപ്പൊ നമുക്ക് ഈ ദേവിയെ പൂജിച്ചാൽ എന്താ, ചോദിക്കാതെ തന്നെ എല്ലാം കിട്ടും. കാരണം എന്താ, അമ്മ ഇരിക്കുന്ന ശ്രീചക്രത്തിന്റെ എന്താ പറയാ സ്ക്വയറില്, ഭൂപുരത്തില് നമ്മുടെ ആ ഒരു ദേവിയെ പൂജിച്ചുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ഭൂമി തത്വത്തിലിരിക്കുന്ന അമ്മയുടെ ശ്രീചക്രം ബിന്ദു ആണെങ്കിൽ, മേളിലാണെങ്കിൽ അമ്മ ഇരിക്കുന്നത് അമ്മയുടെ ഏറ്റവും താഴത്തെ ആ ഒരു സ്ക്വയർ ആയിരിക്കുന്ന ആ ഒരു ഭൂപുരമായിരിക്കുന്ന അവിടെ ഇരിക്കുന്ന ആദ്യത്തെ ഈ ശക്തികളാണ് ഇവര്. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഇനി എന്തിനെയൊക്കെ ഏതൊക്കെ ഈശ്വരന്മാരെ പ്രാപിച്ചിട്ട് നമ്മൾ എന്താ പറയാ അർച്ചന കഴിപ്പിച്ചാലും നമ്മൾ പൂജിച്ചാലും
ക്ഷേത്രങ്ങളിൽ ചെന്ന് മുരുകനെയോ സുബ്രഹ്മണ്യനെയോ എന്താ പറയുക ഗണപതിയൊക്കെ പൂജിച്ചിട്ട് അവരെന്താ ചെയ്യുന്നത്? ഇഷ്ടകാമ്യ സിദ്ധ്യർത്ഥം, നമുക്ക് കാമ്യ കർമ്മങ്ങള് നമുക്ക് സാധിച്ചു തരുന്ന ആ സിദ്ധികള് ഈ ഒരു ദേവിക്ക് നമ്മൾ ചോദിക്കാതെ നമ്മുടെ കാമനകളെ പൂർത്തീകരിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകും. കാരണം ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവര്. ഈ ലളിതാ ത്രിപുര സുന്ദരിയുടെ മന്ത്രമുള്ളവർക്കെല്ലാം ഈ സിദ്ധി ദേവതമാര് ചോദിക്കാതെ അനുഗ്രഹം കൊടുക്കും. അപ്പൊ ഈ ശക്തിയുള്ള എന്താ പറയുക, ഈ ശക്തി ദേവതമാര് തന്നെ പൂജിച്ചുകൊണ്ട് നമ്മളൊരു പ്രത്യേക രീതിയിൽ സൗന്ദര്യ ലഹരിയില് ഒരു ശ്ലോകത്തിൽ അമ്മയെ പ്രാർത്ഥിക്കുന്നത് അണിമാതിപിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. അണിമാദികളാകുന്ന ആ ശക്തി ദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ ദേവിയെ എന്താ? അഹമിത്യേവ വിഭാവയേ ഭവാനി, ഞാനാണെന്ന് വിചാരിക്കണം. എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ദേവി ആ അഹം ഇത് സാക്ഷാത് ആത്മരൂപേണ ഭാതി. നമ്മുടെ ഉള്ളില് ആത്മസ്വരൂപമായിരിക്കുന്ന ദേവിയെ ഈ അണിമ ലഖിമ തുടങ്ങിയ സിദ്ധികള് ചുറ്റിയിരിക്കുന്നു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എല്ലാ കാമനകളും ഈ ലളിതാ പരമേശ്വരിക്ക് ഒരു പൂവിടുമ്പോൾ സാധിക്കും എന്നർത്ഥം. കാരണം ഈ സിദ്ധി ദേവതമാരാണ് ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശക്തി തരുന്നവരെയാണ് നമ്മള് ശക്തി ദേവതമാർ എന്ന് പറയുന്നത്, അല്ലെ? ശക്തി തരുന്ന ആളിനെയല്ലേ ശക്തിമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരൻ എന്തൊക്കെയാണ് എന്താ പറയാ നമുക്ക് തരുന്നത്? എല്ലാ അനുഗ്രഹങ്ങളും. അപ്പൊ ഈ സിദ്ധി ദേവതമാര് ലളിതാ ത്രിപുര സുന്ദരിയെ ഉപാസിക്കുന്നവർക്ക് അവര് ചോദിക്കുന്ന കാമ്യകർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കും. ആരുടെ അനുഗ്രഹത്തോടു കൂടി? നമ്മുടെ ഉപാസനാ ദൈവം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. പെറ്റമ്മയും പോറ്റമ്മയും പോലെയാണ് സ്വന്തം അമ്മ. നമ്മളിനി എത്ര നമ്മൾ പറയില്ല 1000 എന്താ പറയാ പോറ്റമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവൂല, അങ്ങനെ എന്തോ ഒരെണ്ണമുണ്ട്. അപ്പൊ അതുപോലെ സ്വന്തം അമ്മയും അല്ലാതെ ചിറ്റമ്മയും വ്യത്യാസമുണ്ട്. നമ്മളിനി ഏത് ഈശ്വരനെ ഉപാസിച്ചാലും ഈ ദേവിയെ ഉപാസിക്കുന്ന പോലെ ആവില്ല. കാരണം ഇത് അമ്മയാണ്. അപ്പൊ ഈ അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാല് എന്താ? നമുക്കൊരു ഉപാസനാ മൂർത്തി തന്നെ അമ്മയാവുമ്പോ അവിടെ പിന്നെ എന്താ ആരോട് ചോദിക്കാനാണ്? ആ അനുഗ്രഹം ഡയറക്റ്റ് ആയിട്ട് എല്ലാവർക്കും കിട്ടും. അപ്പൊ ഈ ശക്തി, അതായത് ഈ ഒരു ശക്തി ദേവതമാരാല് പൂജിക്കപ്പെടുന്ന അല്ലയോ ഈശ്വരി ലളിതാ മഹാത്രിപുര സുന്ദരി. അപ്പോ നമ്മൾ ചോദിക്കുമ്പോ എന്താ? എൻ്റെ ഈ ചെറിയ കാമനകള് ഈ അമ്മയുടെ മുമ്പിൽ ചെന്ന് ചോദിക്കുന്ന എന്താ? ഇനി ജന്മം തരൂ, എനിക്കൊരു പ്രൊഫസർ ആവണം, ഇല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഉള്ള എന്താ പറയുക നിസ്സാരമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്നത് ചോദിക്കാതെ അമ്മയുടെ കൈവല്യപദം ചോദിക്കൂ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അമ്മയുമായിട്ടുള്ള ഒരു സഹവർത്തിത്വം അമ്മയുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റട്ടെ. അപ്പൊ ഈ ചെറിയ കാമനകളിൽ നമ്മൾ ഒതുങ്ങി പോകരുത് ഈ ദേവിയെ ഉപാസിച്ചിട്ടെന്ന് അർത്ഥം. കാരണം അമ്മയുടെ ശ്രീചക്രത്തിന്റെ ഭൂപരമാകുന്ന ഏറ്റവും ഔട്ടർ സർഫേസിൽ ഇരിക്കുന്ന വെറും ശക്തി ദേവതകൾ, അവർക്ക് പോലും ഇത് തരാനുള്ള കഴിവുണ്ട്. നമ്മൾ ബിന്ദു വരെ പോയി അമ്മയെ ഉപാസിച്ചിട്ട് നിസാരമായി ശരീരത്തോട് ബന്ധപ്പെട്ട കുറെ നിസ്സാര കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഇനിയും തിരിച്ചു വരിക, അത് വേണം ഇത് വേണം എന്ന് നിസ്സാരമായിരിക്കുന്ന ആ കാര്യങ്ങൾ ചോദിക്കരുത് എന്ന് പറയാൻ കാരണം എന്താ? ഈ ദേവിയെ ഉപാസിക്കണമെങ്കിൽ ഇനി ഒരു ജന്മം കിട്ടുമോ, ഉപാസിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പൊ ഈ ആത്മീയത, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ തിരിച്ചറിയലാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപാസന സ്വീകരിച്ചത്. ഈശ്വരൻ എന്തൊക്കെയോ നമുക്ക് തരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈശ്വരനെ ഉപാസിക്കുന്നത്? അല്ല, ഞാൻ ആരാണ് ആ തിരിച്ചറിവിന് വേണ്ടിയാണ് നമ്മൾ ഈശ്വരനെ ഉപാസിക്കുന്നത്. ആത്മീയത എന്നാല് ആ ഈശ്വര ശക്തി എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള തിരിച്ചറിവ്, അതിനെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ യഥാർത്ഥ ജ്ഞാനം. അപ്പൊ അമ്മ ജ്ഞാനസ്വരൂപിണിയാണ്, അല്ലെ? ഈ സത്യത്തെ തിരിച്ചറിഞ്ഞാൽ അവിടെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ലളിതാ സഹസ്രനാമം അവസാനം കൊടുക്കുന്നതാണ് എന്താ പറയാ ഈ യഥാർത്ഥ ജ്ഞാനം. കാരണം ലളിതാ സഹസ്രനാമം ജപിച്ച് എല്ലാവരുടെയും ദുഃഖങ്ങൾ മാറി, ചോദിക്കുന്നതെല്ലാം കിട്ടി, പണം കിട്ടി, മകളുടെ കല്യാണം നടന്നു, ജോലി കിട്ടി, അത് ചോദിച്ചു ഇത് ചോദിച്ചു, എല്ലാം കഴിഞ്ഞ് അവസാനം ചോദിക്കും അമ്മ ജ്ഞാനം തരൂ. അമ്മ ചോദിക്കാതെ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഗിഫ്റ്റാ ജ്ഞാനം. കാരണം ഇത് ഏറ്റവും ഉയർന്ന എന്താ പറയാ ആ തലം. മനുഷ്യാണാം സഹസ്രേഷു, 1000ങ്ങളിൽ ഒരാൾ മാത്രമേ അമ്മയോട് ജ്ഞാനം ചോദിക്കാറുള്ളൂ. വിവേകാനന്ദ സ്വാമിയെ പോലെ ആ ശ്രീരാമകൃഷ്ണ പരമഹംസര് 10 പ്രാവശ്യം പറഞ്ഞു, പോയി അമ്മയോട് ചോദിക്ക, നിനക്ക് എന്ത് വേണോ ചോദിക്കെന്ന് പറഞ്ഞു. ഒരു ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല. നരേന്ദ്രന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ അദ്ദേഹം എന്ത് ചോദിച്ചു? ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ജ പാർവതി, എനിക്ക് വിവേകം തരൂ അമ്മ,
നമുക്ക് വിവേകമുണ്ടെങ്കിലേ വൈരാഗ്യം ഉണ്ടാവൂ. വിവേകമാണ് നമുക്ക് നിത്യ അനിത്യ വിവേകം ഉണ്ടാക്കുന്നത്. നമ്മള് ഈ വിവേകം കൊണ്ട് ഈ ദേവിയെ ഉപാസിക്കുമ്പോൾ നമ്മുടെ വിവേകം നമുക്ക് എന്താണ് നിത്യം, എന്താണ് അനിത്യം, നഷ്ടപ്പെട്ടു പോകുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ കൂടെ വരുന്നത് എന്തൊക്കെയാണെന്നുള്ള നല്ല ഒരു എന്താ പറയാ ഒരു വിവേകം, ഒരു വിവേചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മുടെ പശുപാശ ബന്ധങ്ങളെയൊക്കെ നമുക്ക് മറുത്തെറിയാൻ പറ്റൂ. ചുമ്മാതെ അവിടെ ഇരുന്ന് രാവിലെ ഉർവാരികമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃത എന്ന് നമ്മൾ എന്താ പറയാ ഈ ഒരു മൃത്യുഞ്ജയ മന്ത്രം ജയിച്ചാൽ മൃത്യുവിനെ ജയിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഉപാസനയിലൂടെ എന്തിലൊക്കെയാണോ മനസ്സ് കെട്ടിവെച്ചിരിക്കുന്നത്, ഈ പുത്രനും പൗത്രനും കുഞ്ഞുങ്ങളും എന്താ പറയാ വീടും ഇങ്ങനത്തെ ശരീരവുമായിട്ട്, ഈ ശരീരം പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് നമ്മളെ വിളിക്കുന്ന അമ്മ, അമ്മൂമ്മ, ചേച്ചി, ചേട്ട, ഭാര്യ, ഇതെല്ലാം ഏതാ? ഈ ശരീരം, ഈ നശിച്ചു പോകുന്ന ശരീരം. അപ്പൊ ഈ പേരുകളെല്ലാം അതോടുകൂടി എന്തായി? ഇല്ലാതായി. ചിത്രകേതു ചോദിക്കുന്ന പോലെ ഏത് ജന്മത്തെ അച്ഛൻ, ഏത് ജന്മത്തെ അമ്മ. അപ്പൊ അനേക ജന്മങ്ങളിലൂടെ കടന്നു വന്ന ആ പുരാണനായിരിക്കുന്ന ഈ ജീവാത്മാവിന് അച്ഛനോ അമ്മയോ ബന്ധങ്ങളോ പാശങ്ങളോ ഇല്ല. എല്ലാം പുറമേ നമ്മൾ ഭാവിച്ചോളണം, ഉള്ളിൽ നിന്ന് വിട്ടോളണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കൈവല്യ പദത്തെ, കാരണം ഈ ലളിതാ സഹസ്രനാമം നമുക്ക് ജ്ഞാനമുക്തിയാ തരുന്നത്, അല്ലാതെ കാമങ്ങളല്ല. കാമങ്ങൾ തരുന്നു തരുന്നു എന്ന് പറഞ്ഞാലും വളരെ വിഷമാണ് അത് കേൾക്കുമ്പോൾ തന്നെ. കാരണം നിസ്സാരമായിട്ട് തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്രയും ബിന്ദു സ്വരൂപിണിയായിട്ട് അവിടെ ഇരിക്കുന്ന അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ ചെന്ന് രാജാവിന്റെ അടുത്ത് ഒരു നേരത്തെ ഭക്ഷണം ചോദിക്കുന്ന പോലെയല്ലേ? കാരണം ഭക്ഷണം കഴിഞ്ഞ് അപ്പൊ വയറ് നിറയും, പിന്നെയും വിശക്കും. അപ്പൊ അതുപോലെ നമ്മൾ ആവരുത്. കാരണം രാജാവിന്റെ അടുത്ത് ചെന്നാൽ രാജകീയമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണം, അല്ലേ? അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ചുള്ളത് ചോദിക്കണം. ഒരു രാജാവിന് ഒരു ഭക്ഷണം തരിക വലിയ കാര്യമാണ്, അവിടെ നിസ്സാരമായിട്ട് ഒരു ഇലയിട്ട് തരും. അതുപോലെ ഈ രാജരാജേശ്വരിയുടെ അടുത്ത് ചെന്ന് അമ്മ എനിക്ക് ഇനിയും ജന്മം തരൂ എന്ന് പറഞ്ഞ് ഈ കർമ്മമണ്ഡലത്തിലേക്ക് പിന്നെയും വരണോ, അതോ അമ്മയുടെ അടുത്ത് ഇരുന്ന് ആ ഒരു മുക്തി പ്രാപിക്കണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്. അപ്പൊ വിവേകാനന്ദൻ യഥാർത്ഥ ജ്ഞാന സ്വരൂപിണി. കാരണം ദുർഗ എന്ന് പറയുന്നത് സർവ കർമ്മപ്രാപ്തിയാണ്, പക്ഷേ ലളിത എന്ന് പറയുമ്പോൾ ജ്ഞാനസ്വരൂപിണിയാണ്. സരസ്വതി വിദ്യാസ്വരൂപിണിയാണ്. സരസ്വതി എന്ന് പറയുന്ന അക്ഷരജ്ഞാനം, ഭൗതികമായിട്ടുള്ള എല്ലാ അറിവുകളും കിട്ടണമെങ്കിൽ സരസ്വതിയെ ഉപാസിക്കണം. ആ സരസ്വതിയും എല്ലാ ഭൗതിക ഐശ്വര്യങ്ങൾ തരുന്ന മഹാലക്ഷ്മിയും രണ്ട് സൈഡിൽ നിന്ന് ഇടതും വലതും നിന്ന് ചാമരം വീശുന്ന ജ്ഞാനസ്വരൂപിണിയായിരിക്കുന്ന ഈ ലളിതാദേവിയെ ഉപാസിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും തുച്ഛമായിരിക്കുന്നതൊന്നും ചോദിക്കരുത്. നമ്മൾ എന്ത് ചോദിക്കണം? ഭാസ്കരായർ പറയണു, നമുക്ക് വേറെ ഒന്നും വേണ്ട, നിത്യ അനിത്യ വിവേകം തരൂ അമ്മ, നമുക്ക് ജ്ഞാനം തരൂ, യഥാർത്ഥ ഉയർന്ന തലം. അപ്പൊ ഇതില് ആര് ചോദിക്കും? മനുഷ്യാണാം സഹസ്രേഷു, കോടികളിൽ ഒരാളെ ഇത് ചോദിക്കുള്ളൂ. കാരണം അമ്മയുടെ അടുത്ത് ചോദിക്കുന്നതെല്ലാം എന്താ പറയാ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പൊടിയും തട്ടിപ്പോവും. അത് കഴിയുമ്പോൾ ഉപാസനയില്ല, ഒന്നുമില്ല. അമ്മയുടെ അടുത്ത് ചോദിക്കുന്നതെല്ലാം അമ്മ അപ്പൊ തന്നെ ഭവാനിത്വം എന്ന് പറയുമ്പോ തന്നെ തരുന്ന അമ്മയാണ്. അപ്പൊ ഈ ദേവിയോട് നമ്മൾ ജ്ഞാനം ചോദിക്കണം. വിവേകാനന്ദ സ്വാമിയെ ചോദിച്ചതുപോലെ എന്നാ എനിക്ക് വിവേകം തരൂ എന്ന് ചോദിച്ച പോലെ നമ്മൾ എന്ത് ചോദിക്കണം? ജ്ഞാനം, വൈരാഗ്യം. അതാണ് നമുക്ക് ഭിക്ഷയായിട്ട് അമ്മ എന്ത് തരണം? നമ്മൾ ഭിക്ഷക്കാരായിട്ട് അമ്മയുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്ന ഓരോരുത്തരും ഭിക്ഷക്കാരാ. നമ്മൾ അമ്പലത്തിന്റെ മുമ്പിൽ കണ്ടിട്ടില്ലേ? ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ തരൂ തരൂ രണ്ട് കൈയും നീട്ടി ദീപാരാധന സമയത്ത് ഇടിച്ച് തള്ളി ആ വിഗ്രഹത്തിന്റെ മുന്നിലോട്ട് ചാടി വീണ് കൈ നീട്ടിക്കൊണ്ട് നിൽക്കും. നമ്മളെ ആരുടെ മുമ്പിലാണ് ഈ കൈ നീട്ടുന്നത്? നമ്മുടെ മുമ്പിൽ തന്നെ, നമ്മുടെ പ്രതിബിംബത്തിന്റെ മുമ്പിൽ. അന്ന് അറിയാത്ത സമയത്ത് കൈ നീട്ടി, ഇനിയും കൈ നീട്ടരുത്. എന്തിനു കൈ നീട്ടണം? ജ്ഞാന വൈരാഗ്യം. അമ്മ എനിക്ക് ജ്ഞാനം തരൂ, അതിലൂടെ എനിക്ക് വിഗതക രാഗം, എന്നിലുള്ള രാഗങ്ങള് വിഗതമായി തീരട്ടെ. കാരണം ഇതിനോടുള്ള ഈ അട്രാക്ഷൻ കൊണ്ടാണ് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് ഭൗതിക വസ്തുക്കള്. എനിക്ക് എന്ത് വേണം? എനിക്ക് അമ്മയെ വേണം, അതിനുള്ള എനിക്ക് ആ ഒരു തരൂ. അതുപോലെ വിവേകാനന്ദ സ്വാമികൾ ചോദിച്ച പോലെ ഈ ഒരു സത്യദർശനം. അപ്പൊ അവിടെ മാത്രമേ നമുക്ക് മനസ്സ് പൂർണ്ണ തൃപ്തി കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഭിക്ഷയായിട്ട് ചോദിക്കേണ്ടത് എന്താണ്? ജ്ഞാനവും വൈരാഗ്യവും. അത് അമ്മ സന്തോഷത്തോടെ തരുകയും ചെയ്യും. കാരണം അമ്മയ്ക്ക് അതാണ് ഇഷ്ടം. അമ്മ ജ്ഞാനസ്വരൂപിണിയാണ്. മനസ്സ് പൂർണ്ണ തൃപ്തി കിട്ടുന്നത് ഈ ഒരു സത്യദർശനത്തിൽ മാത്രമാണ്. ഇതിനെയാണ് നമ്മൾ ആത്മസുഖം. ഇപ്പൊ നമ്മൾ ആത്മസുഖം നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന ഗുണത്തിനായി വരണം. അപ്പൊ നമുക്ക് ഈ ലളിതാ പരമേശ്വരിയെ ഉപാസിക്കുമ്പോൾ നമ്മൾ എന്ത് സുഖമാണോ അനുഭവിക്കുന്നത് ആ സുഖങ്ങളെല്ലാം മറ്റുള്ളവർക്കും കിട്ടണം എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും.
നമ്മൾ മാത്രം എന്റേത് മാത്രം, ഞാൻ മാത്രം നല്ല ഭക്ഷണം കഴിക്കും, ഞാൻ മാത്രം നല്ല വസ്ത്രം, അങ്ങനെയല്ല. എന്റെ ആത്മസുഖം എന്തൊക്കെയാണ് ഈ പറയുന്ന വിദ്യ ഉൾപ്പെടെ, നമ്മൾ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, ഞാൻ അറിഞ്ഞ എനിക്ക് തന്ന അമ്മ തന്ന ആ ഒരു അനുഗ്രഹങ്ങളെല്ലാം എന്റെ സഹോദരനും സഹോദരിക്കും കൊടുക്കണം. അവരും നന്മയിലോട്ട്. ഇതാണ് ഈ ശരിക്കും ഗുരുപരമ്പരയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ഗുരുക്കന്മാര് തന്നതാണ് നമുക്കിതെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഹത്പ്യോ ഋഷിപ്യോ ഗുരുപ്യോ നമ എന്ന് പറയുന്നത്. അവർക്കൊരു തുള്ളി വെള്ളം ഒഴിക്കുന്നത്, അവർക്ക് തർപ്പണം കൊടുക്കുന്നത്, അവർക്ക് വേറെ ഒന്നും വേണ്ട, നമ്മുടെ നന്ദിപൂർവ്വമുള്ള ഒരു വാക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും ഋഷിമുനിമാർക്കും നമ്മുടെ പിതൃകടം, ആ ഓരോ ഋണങ്ങള്, അച്ഛനമ്മമാർക്ക്, ജനിപ്പിച്ചവർക്ക്, ഈ പറയുന്ന നമുക്ക് ഈ അറിവ് തന്നവർക്ക്, അവര് നമ്മുടെ ഗുരുപരമ്പരയാ. അപ്പൊ അവർക്ക് ആ ഒരു മഹത്തുക്കള്, നമ്മുടെ അഹംബോധത്തെ മഹത്താക്കി മാറ്റുന്നവര്, അവർക്കെല്ലാം നമ്മളൊന്ന് സ്മരിച്ച് ഒരു സെക്കൻഡ് നമ്മൾ എന്തിനെല്ലാം സമയം കളയുന്നു. അപ്പൊ അവരുടെ പാദപത്മങ്ങളില് ഒരു തുള്ളി ജലം സമർപ്പിക്കുമ്പോൾ എല്ലാവരും അദൃശ്യരായിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയും എല്ലാവരും ഉണ്ട്. സൂക്ഷ്മജീവികളുണ്ട്, നെഗറ്റീവ് വൈബ്രേഷൻസ്, അവരെല്ലാം ഉള്ള ഈ പ്രപഞ്ചത്തിലെ ഈ മഹത്തുക്കളുടെയും ഈ ഋഷിമുനിമാരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും. കാരണം ഈ സത്യത്തെ അവരാണ് നമുക്ക് തരുന്നത്. എന്തുകൊണ്ടാ? അവർക്ക് നമ്മളോട് എല്ലാവരോടും ഉള്ള സ്നേഹം. അപ്പൊ ഈ ദേവിയെ പൂജിക്കുമ്പോൾ ആത്മസുഖം കിട്ടുമെന്ന് പറഞ്ഞാല് ഈ ഒരു ഒറ്റ, അതായത് ഈ ഭാവത്തില്, അതായത് ഈ ദേവിയെ പൂജിച്ചാൽ മാത്രമേ, ഈ ഭക്തിയുടെ തലത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ആത്മസുഖം കിട്ടുള്ളൂ. ആത്മാവിനെ അറിഞ്ഞാലേ അതാണ് സുഖം എന്ന് തിരിച്ചറിയാൻ പറ്റൂ. അത് നമ്മുടെ ദഹരാകാശാണ്, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ആത്മശാന്തി, നമ്മള് മരിച്ചു കഴിഞ്ഞിട്ടല്ല ആത്മശാന്തിക്ക് എന്താ പറയാ എള്ളും പൂവും ഒക്കെ കൊടുക്കേണ്ടത്. ആത്മശാന്തി പ്രപഞ്ചത്തിലിരുന്ന് ഈ ശരീരമാകുന്ന ഉപാധിയിലൂടെ നമ്മൾ അറിയണം. അപ്പോ ഈ ഒരു ബ്രഹ്മവിദ്യ, അതുകൊണ്ടാണ് ഇതിനെ ഈ ഒരു ലളിതാ സഹസ്രനാമത്തിന് ഈ ദേവിയെ നമുക്ക് എന്താ പറയാ മുക്തി തരുന്നവൾ, അത് ആ ഈ ഒന്ന് ആത്മാവിനെ തരുന്നവൾ, അതുകൊണ്ടാണ് ആത്മവിദ്യ. അപ്പൊ ആത്മവിദ്യയിലൂടെ നമ്മൾ എന്ത് ആണ് മനസ്സിലാക്കുന്നത്? ബ്രഹ്മവിദ്യ. ആത്മാവ് ബ്രഹ്മത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് ബ്രഹ്മവിദ്യ. ഈ ബ്രഹ്മം എന്താണ്? ഈ പ്രപഞ്ചത്തിന് അപ്പുറമായിരിക്കുന്ന പരയാണ്, ബിയോണ്ട് ആണ്. അപ്പൊ അത് പരാവിദ്യ. അപ്പോ ദേവി ആരാണ്? ആത്മവിദ്യ, ബ്രഹ്മവിദ്യ, പരാവിദ്യ, ശ്രീവിദ്യ. അപ്പൊ ദേവി സകല പുരുഷാർത്ഥങ്ങളില് അവസാനമായിരിക്കുന്ന മോക്ഷത്തെ, മുക്തിയില് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്രമമുക്തി നമുക്ക് വേണം. ക്രമമായിട്ട് ആഗ്രഹങ്ങളെ സാധിച്ച് 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 അവസാനം നമ്മൾ എവിടെ എത്തിച്ചേരും? ആ ഒരു എന്താ പറയാ പുരുഷാർത്ഥത്തിന്റെ അവസാനമായിരിക്കുന്ന മോക്ഷപദത്തില് എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ ദേവി എത്തിച്ചിരിക്കും. അപ്പൊ ഈ ഹിന്ദു മതത്തിൽ മാത്രമേ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ മാത്രം ഇങ്ങനെ പറഞ്ഞ് ഒരു ക്രമമുക്തി മന്ത്രത്തിലൂടെ നമുക്ക് കിട്ടുള്ളൂ. കാരണം വേറെ ഒരു എന്താ പറയാ ജാതി ഇതിലും നമുക്ക് മന്ത്രങ്ങളില്ല. മന്ത്രം മാത്രമേ മനസ്സിനെ നമുക്ക് ഒരു നിയന്ത്രിക്കാനും മനസ്സായിട്ട് തീരാനും പറ്റൂ. കാരണം എന്താ? മന്ത്രം എന്ന് പറയുന്നത് സ്പന്ദനങ്ങളാണ്. അപ്പൊ മനസ്സെന്ന് പറയുന്നത് എന്താ? കുറെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജഡത്തിന് ചിന്തകളുണ്ടോ? ഇല്ലല്ലോ. ജഡം ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ താഴെ അതുപോലെ കിടക്കും. പക്ഷെ എന്താ? അവിടെ വായുവില്ല, പ്രാണനില്ല, ചിന്തകളില്ല. അപ്പൊ ഈ പ്രാണനും മനസ്സും, സൂക്ഷ്മമായിരിക്കുന്ന പ്രാണനെ മനസ്സെന്നും സ്ഥൂലമായിരിക്കുന്ന അകത്തോട്ടും പുറത്തോട്ടും പോകുന്നതിനെ നമ്മൾ പ്രാണൻ എന്നും പറയും. അപ്പൊ പ്രാണനും മനസ്സും രണ്ടല്ല. പ്രാണൻ ഉണ്ടെങ്കിലേ മനസ്സുള്ളൂ, മനസ്സുണ്ടെങ്കിലേ പ്രാണനുള്ളൂ. പ്രാണൻ എന്ന് പറയുന്നത് 21,600 പ്രാവശ്യം നമ്മൾ അകത്തോട്ടും പുറത്തോട്ടും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ അത്രയും വിക്ഷുബ്ധമായിരിക്കുന്ന മനസ്സും. മനസ്സെന്ന് പറയുന്ന ചിന്തകളുടെ ഒരു പ്രവാഹമാണ്. അപ്പൊ ഈ മനസ്സ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ എന്തിലൂടെ പറ്റുള്ളൂ? ഈ ചെറിയ സ്പന്ദനങ്ങളിലൂടെ, മന്ത്രത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റൂ. അപ്പൊ ജപിക്കുന്നവനെ മനനാൽ ത്രായതേ ഇതി മന്ത്രം. അപ്പൊ ജപിക്കുന്നവനെ രക്ഷിക്കുന്നത്, മനനം കൊണ്ട് രക്ഷ നേടാൻ പറ്റുന്നതാണ് മന്ത്രം. അപ്പൊ ഇതൊരു ശബ്ദശാസ്ത്രമാണ്. ഈ ശബ്ദത്തിന്റെ ശക്തി നമുക്കറിയാം. ബിഗ് ബാങ് തിയറിയൊക്കെ അറിയാം. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഒരു വലിയ വിസ്ഫോടനത്തിലൂടെ ആ ഒരു ബിന്ദു അവിടെ ഇങ്ങനെ വളരെ എന്താ പറയാ സാന്ദ്രമായിരിക്കുന്ന ബിന്ദു പൊട്ടിത്തെറിക്കുകയും പല കഷ്ണങ്ങളായിട്ട് വീഴുകയും ആ ഒരു കാളി സ്വരൂപം, ഒരു ഇരുട്ട് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എന്താ പറയാ ബ്ലാക്ക് മാറ്റർ എന്നൊക്കെ പറയാം. ബ്ലാക്ക് മാറ്റർ എന്നൊന്നും പറഞ്ഞൊന്നില്ല. അവിടെ മുഴുവനും ചൈതന്യം മാത്രമേ ഉള്ളൂ. ആ ചൈതന്യത്തിന്റെ ഒരു ഭാഗം സാന്ദ്രീഭൂതമായിട്ട് അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് ആ ഒരു
അത് അത്യധിഷ്ഠ ദശാങ്കുലം 90% അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ആ ഒരു ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ എനർജി അവിടെ നിന്ന് വളരെ കുറച്ച് ഭാഗം, ഒരു 10% പൊട്ടിത്തെറിച്ച് പ്രപഞ്ചമായിട്ട് തീർന്നു. ഈ പൊട്ടിത്തെറിച്ച് എന്തായിട്ട് തീർന്നു? നമ്മൾ വിഷ്ണുവിന്റെ ഭാഗങ്ങളായിട്ട് പുഴകള്, കടലുകള്, കുന്നുകള്, പർവ്വതങ്ങള്, ഈ പറയുന്ന എന്താ പറയാ വൃക്ഷങ്ങള് എല്ലാം ഇതിൽ നിന്നുണ്ടായി എന്ന് നമ്മൾ വിഷ്ണു പുരാണമൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു എന്താ പറയാ ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. ഈ ശബ്ദം എന്തായിരുന്നു? ആദി ശബ്ദം, പഞ്ചമഹാബീജങ്ങള് അതിനു മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം എന്താ? ഈ ശബ്ദ ലയനം എല്ലാം എവിടെ? ബ്രഹ്മത്തിനകത്ത് സ്പന്ദനങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്പന്ദനങ്ങളൊന്നും പ്രകടീകൃതമായിരുന്നില്ല. അപ്പൊ അതിനെ എന്താ പറയാ ശാന്തമായിട്ട്, നിർവികാരമായിട്ട്, നിഷ്പ്രപഞ്ചമായിട്ടിരുന്ന സമയത്ത് ഇത് എന്താ നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റിയില്ല. ഇത് പുറത്ത് ഭാസിക്കുക, ആഭാസം എന്ന് പറഞ്ഞാൽ പ്രകടീകൃതമാവുന്ന സമയത്ത് പ്രകടമാവണമെങ്കിൽ എന്ത് വേണം? എന്ത് കൊണ്ടാണെങ്കിലും ഒരു ശക്തി വേണം. ആ ശക്തി കൊണ്ടാണ് ഈ ബ്രഹ്മം അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നത്. ആ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം അത് നാദത്തിലൂടെയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ഒരു ബിന്ദു, സാന്ദ്രമായിട്ടുള്ള അവസ്ഥ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നത് നാദത്തിലൂടെയാണ്. ആ നാദത്തെ നമ്മൾ പ്രണവം എന്ന് പറയുന്നു. ആ പ്രണവ മന്ത്രത്തെയാണ് ഓംകാരം. ഏത് മന്ത്രവും ഏത് കാര്യം ജപിക്കുമ്പോഴും ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ, ഈ ഓം എന്ന് പറയുന്ന ഏക അക്ഷരമാണ് ബ്രഹ്മസ്വരൂപം. അതിൽ നിന്നാണ് ബാക്കി എല്ലാം വന്നിരിക്കുന്നത്. ഈ പഞ്ചമഹാബീജങ്ങൾ എന്ന് പറയുന്ന 5 ബീജങ്ങള് ഈ ശിവനും ശക്തിയുമായിട്ടിരിക്കുന്ന ഈ ഓംകാരത്തിന് മുമ്പുള്ള 5 ബീജങ്ങള് നേരത്തെ തന്നെ ശിവനില് ഇല്ലെങ്കിൽ ഈ പരബ്രഹ്മ ചൈതന്യത്തില് ലീനമായിരുന്നു. അതിനെയാണ് പഞ്ചമഹാബീജങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഈംകാരത്തിലൂടെ ആ ഒരു എന്താ പറയാ ഐം ക്ലീം സൗഹു അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു അകത്തിരിക്കുന്ന ബീജങ്ങളെയാണ് മഹാബീജങ്ങൾ എന്ന് പറയുന്നത്. അതിങ്ങനെ വന്ന് അത് ഓം എന്ന് പറഞ്ഞിട്ട് ആ ഓമാണ് അകാര ഉകാര മകാരങ്ങള്. അത് സൃഷ്ടി സ്ഥിതി സംഹാരമായിട്ട് തീർന്നു. അതിന്റെ ഒരു ചന്ദ്രക്കലയും ഒരു ബിന്ദു. അപ്പൊ അതിനെ നമ്മൾ തുരീയ അവസ്ഥ എന്ന് പറയണം. അപ്പൊ ഈ എല്ലാം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാത്തിനും നാമങ്ങൾ ഉള്ളതുപോലെ ഈ സ്പന്ദനങ്ങളും ഉണ്ട്. അപ്പൊ നാദത്തിനെല്ലാം എന്താ? നമ്മൾ ഇന്നിപ്പോ ഒരു പാട്ട് കേൾക്കുന്നു, നമുക്കൊരു ECG എടുക്കുന്നു, അതൊരു മെഷീനിൽ നോക്കിക്കഴിഞ്ഞാൽ പല തരംഗങ്ങളായിട്ട് പോകുന്ന കാണാം. ഈ സ്പന്ദനം എന്ന് പറയുന്നത് പ്രപഞ്ചം എപ്പോഴുണ്ടോ ഈ സ്പന്ദനം നിലനിൽക്കും. എപ്പോഴാണോ പ്രപഞ്ചം തിരിച്ചു ലയിക്കുന്നത് അപ്പോൾ മാത്രമേ സ്പന്ദനം അവസാനിക്കുകയുള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? ലാസ്യ നടനം, ഇല്ലെങ്കിൽ ശിവന്റെ താണ്ഡവം എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ ദേവിയുടെ ലാസ്യം, ശിവന്റെ താണ്ഡവം, ഇതെല്ലാം തന്നെ എന്താ? ഇത് ഋതമാണ്, ശബ്ദമാണ്. അപ്പൊ ശബ്ദം എന്ന് പറഞ്ഞാല് അതിനെയാണ് നമ്മൾ മന്ത്രം. ഈ 51 അക്ഷരങ്ങളും ഈ പറഞ്ഞ സൃഷ്ടി സ്ഥിതി സംഹാര സ്വരൂപമായിരിക്കുന്ന പ്രണവത്തിൽ നിന്ന് അകാരാദി ക്ഷകാരാന്ത അക്ഷരങ്ങൾ ഉണ്ടായി വർണ്ണരൂപമായിട്ട് തീർന്നു. വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാല് അക്ഷരസ്വരൂപം. 16 സ്വരാക്ഷരങ്ങളും 36 വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്ന 51 അക്ഷരാളി. 51 അക്ഷരങ്ങൾ, അതിൽ ഒരു അക്ഷരം മറഞ്ഞിരിക്കുന്നു. ഈ അക്ഷരങ്ങളിലൂടെ, ഇതിനെയാണ് അക്ഷരബ്രഹ്മം എന്ന് പറയുന്നത്. ആ ഇതിന് ഓരോ അക്ഷരത്തിന്റെ പുറകിലും ഓരോ ശക്തി സ്പന്ദനങ്ങളുണ്ട്. അത് ഓരോ ദേവതമാരാണ്, അതിന് രൂപവുമുണ്ട്. അപ്പൊ നമ്മള് എന്തിനെയാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന എന്താ പറയുക നമുക്ക് കാണാൻ പറ്റാത്ത ചിന്തകളാകുന്ന ഒരു പ്രവാഹം, അതിനെ ഒന്ന് നിയന്ത്രിച്ച് അതിനെ ഒന്ന് ചാനലൈസ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ട? മന്ത്രം. അപ്പൊ ഈ ശബ്ദശാസ്ത്രത്തിന്റെ ശക്തി അതാണ് ഈ ലളിതാ സഹസ്രനാമം മന്ത്രമാലയാണെന്ന് പറയാൻ കാരണം ഈ 1000 നാമങ്ങള് ഒരു മാലയിൽ കോർത്തിണക്കിയ ശിവന്റെയും ശക്തിയും ചേർന്ന തുടക്കം ദേവിയും അവസാനം ശിവനും. ഈ 2 മാല 2 സൈഡും കോർത്ത് കെട്ടണം നമ്മള്. കാരണം തുടക്കവും ഒടുക്കവുമാണ് ഇല്ലേ? തുടക്കം എവിടെ, ഒടുക്കം എവിടെ? ശരിക്കും നമ്മളിത് ദേവിയെ പഠിച്ചു വരുമ്പോൾ അനലൈസ് ചെയ്യാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ അമ്മയെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണു തുടക്കം അമ്മയിൽ നിന്നാണെങ്കിൽ ഒടുക്കവും അമ്മയിൽ തന്നെ. കാരണം തുടക്കം അമ്മ, മായിൽ തുടങ്ങി അവസാനം കായിൽ അവസാനിച്ചു ശിവനില്. അപ്പൊ എവിടെ പോയി? ഈ മാല പൂർത്തീകരിക്കുകയാണ് നമ്മള്. ആ 990 ആ ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബികായില് മായിൽ തുടങ്ങി ഈ മാല നമ്മൾ കെട്ടി പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ യാത്ര, ഈ പ്രപഞ്ച യാത്ര അമ്മയിൽ തുടങ്ങി ശിവനിൽ തീരണം. അതാണ് ഈ 999 മന്ത്രങ്ങള്. ഈ മന്ത്രങ്ങള് നമ്മുടെ മനസ്സിൻ്റെതായിട്ട് തീരണം. മനസ്സിനെ
മനനം ചെയ്തുകൊണ്ട് ജപിക്കുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം, അല്ലെ? മനനാൽ ത്രായതേ ഇതി മന്ത്രം. ഈ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ലളിതാ സഹസ്രനാമമാകുന്ന ഈ മുത്തുക്കള് ജപിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താവും? അമ്മ എന്ന് പറയുന്ന പ്രകൃതിയിൽ നിന്ന് നമ്മള് അച്ഛനാകുന്ന ശിവനിൽ ചെന്നിട്ട് അവിടെ നമുക്ക് എന്താ? അവിടെയാണ് ശാന്ത്യാതീത കലാത്മിക, കലകളൊന്നുമില്ലാത്ത ആ 16ാമത്തെ കലയായിട്ടിരിക്കുന്ന, പൂർണ്ണമായിട്ടിരിക്കുന്ന ശിവശക്തി ഐക്യ രൂപത്തില് ഒരു ഉപാസകൻ അവന്റെ മനനശക്തി കൊണ്ട്, അതിലുള്ള ശ്രദ്ധ കൊണ്ട്, ഉപാസന ബലം കൊണ്ട് ഈ മന്ത്രത്തെ ജപിച്ച് തീർച്ചയായിട്ടും ഈ 1000 നാമങ്ങൾ എത്തിക്കാമെന്ന് ഈ സൗഭാഗ്യ ഭാസ്കരം എടുത്തെടുത്ത് പറയണം. കാരണം ഉപാസകന്റെ ലക്ഷ്യം അമ്മയാണെങ്കിൽ ആ അമ്മ തന്നെ ഈ ഒരു 999, അതുകൊണ്ടാണ് ഞാനത് എഴുതണമെന്ന് പറയുന്നത്. കാരണം ലിഖിത ജപമാണ് ഏറ്റവും ഉയർന്നത്. നമ്മൾ എഴുതുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ആ എഴുതിയിട്ടത് മനസ്സിലായിരിക്കും. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ ഈ ഒരു ഏതെങ്കിലും ഒരു നാമം, നമ്മൾ അവസാനം എവിടെയാണോ നമ്മുടെ ജീവൻ ശരീരത്തിൽ നിന്ന് പോകുന്നത്, ഒരു നാമം അമ്മയുടേത് എടുത്ത് നമ്മുടെ ഉള്ളിൽ ഓർത്ത് പറയാൻ പറ്റുമെങ്കിൽ അത് തന്നെ അമ്മയുടെ ധാമത്തിൽ നമ്മളെ എത്തിക്കും. കാരണം ഓരോന്ന് മനസ്സിന്റെ തലമാണിത്. കാരണം മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതില് ഈ പറഞ്ഞ അഹങ്കാരം എന്ന് പറയുന്ന അഹം ഈ പറഞ്ഞ പ്രപഞ്ച ഉൽപ്പത്തി സമയത്ത് ആ മഹത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് അഹം. മഹത്താണ് അഹമായിട്ട് മാറുന്നത്, അഹം മഹത്തായിട്ടും തീരും. അപ്പൊ ഈ ബിന്ദുവിൽ നിന്ന് നാദത്തിലൂടെ, ഈ നാദസ്വരൂപിണിയായിരിക്കുന്ന അമ്മയിലൂടെ സദാ ഈ മന്ത്രങ്ങൾ ജപിച്ച് നമുക്ക് തിരിച്ച് നമ്മുടെ യാത്ര എവിടെ തുടങ്ങിയോ അവിടെ പൂർത്തീകരിക്കുക. അതാണ് അമ്മയുടെ കഴുത്തിലിടുന്ന മാല പൂർണ്ണമായിട്ട് കെട്ടി ആ മേരു 108 മണികളുള്ള മാലയില് അതിന്റെ മേരുദണ്ഡം എന്ന് പറയും. അതിന്റെ ഏറ്റവും അവസാനമായിരിക്കുന്ന 108ാമതിരിക്കുന്ന മണി, ആ മണി അതിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ എവിടെയാണ്? ശരിക്കും മണിദ്വീപത്തിലെത്താം. നമ്മുടെ ഈ യാത്ര കറക്റ്റായിട്ട് ആ ഒരു ശ്രദ്ധയോടുകൂടി, സമർപ്പണത്തോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഈ നാമം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ലളിതാ പരമേശ്വരി ഉപാസ്യ ദേവത ആണെങ്കിൽ ഓരോരുത്തർക്കും ആ ധാമത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഇതാണ് വേറൊരു രഹസ്യം. അതുകൊണ്ടാണ് ഇതിനെ മന്ത്രമാല എന്ന് പറയുന്നത്. അപ്പോ ഈ എന്ത് ചെയ്യണം? ഈ ഒരു മന്ത്രമാലയെ ജപിക്കുമ്പോൾ നമ്മള് ഈ ഒരു മമത്വം, ഈ മാല എന്ന് മന്ത്രം എന്ന് പറയുന്നതിന് വേറൊരു കാര്യം, ഒരു അർത്ഥം കൂടെ ഉണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. അത് വെളിയിൽ ആരും പറയാനില്ല, തന്ത്രശാസ്ത്രം പറയുന്നു. മമത്വത്തെ മാറ്റുക, മത്വം. മന്ത്രം എന്ന് പറഞ്ഞാല് നമുക്കൊരു എന്താ പറയുക, ഒരു ടെക്നിക്കാണ് മന്ത്രം. കാരണം എന്താ? നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ, മത്വത്തെ മാറ്റാൻ, അതായത് മമത്വത്തെ മാറ്റാൻ. ആ ഒരു ശരിക്കും പറഞ്ഞ അവിദ്യ മനനം കൊണ്ട് നമുക്കൊരു മന്ദതയുണ്ട്. നമ്മളെല്ലാം ഈ പ്രപഞ്ചവുമായിട്ട് ഒരു ആലസ്യം, അല്ലെ? ആ ഒരു അതിനെ നമ്മള് എന്താ പറയുക, തമോ ഗുണം എന്നൊക്കെ പറയും. ആ ആലസ്യത്തെ മാറ്റി നമ്മളെ അലേർട്ടാക്കി, നമ്മൾ ഏത് ഉപാസനയിലാണോ ഇരിക്കുന്നത് അതിൽ നമ്മൾ ശുദ്ധതയോടുകൂടി ഇരുത്തുന്നതാണ് ഈ മന്ത്രം, ഈ മന്ത്രസ്പന്ദനം. അപ്പൊ നമ്മൾ ഈ ഊർജം മനസ്സിനെ എപ്പോഴും ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളിൽ പ്രയോഗിക്കുമ്പോൾ മനസ്സ് കൂടുതൽ ജഡമായിട്ട് തീരും. അതേസമയം ഈ മന്ത്രമാണ് ജപിക്കുന്നെങ്കിലോ കൂടുതൽ ചൈതന്യവത്തായിട്ട് തീരും. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന മാലാമന്ത്രത്തില് ഉപാസ്യ ദേവതയുടെ ആ മന്ത്രം ജപിക്കുമ്പോ എന്താ? നമ്മുടെ മമത്വം, നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക, ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമത്തിന്റെ വെറും 2 നാമത്തിന്റെ എക്സ്പാൻഷൻ ആണെന്ന് പറയും. എന്താണ്? മമത്വം, ഇല്ലേ? ആ മമകാരം. അതുകൊണ്ട് അവിടെ നമുക്കറിയാം ഈ സുരതനും സമാധിയും ഒക്കെ എന്തിനാ ഈ കാട്ടിൽ വന്ന് കിടന്നത്? അവർക്ക് എന്തുകൊണ്ട് അവരുടെ രാജ്യത്തിൽ നിന്ന് അവര് നിഷ്കാഷിതരായി? അവരെ ആര് പറഞ്ഞു വിട്ടു? അവർക്ക് മമത്വം കൊണ്ട്, ഇല്ലേ? സുരഥനും അതെ, സമാധിയും അതെ, ഈ വൈശ്യനും അതെ, രാജാവും അതെ. രാജാവിന് കുറ്റബോധം, വിഷമം, അവിടുത്തെ എല്ലാരും പുറത്താക്കി. എന്നിട്ട് കാട്ടിൽ ചെന്നിട്ട് മമത്വം. വൈശ്യനും അതുപോലെ. വൈശ്യന്റെ ധനമെല്ലാം കഴിഞ്ഞു, അയാളുടെ ആവശ്യം കഴിഞ്ഞു, പ്രായമായപ്പോൾ അയാളെയും പറഞ്ഞു വിട്ടു. അപ്പൊ ഈ 2 പേർക്കും കാട്ടിൽ ചെന്നിട്ട് എന്താണോ അവരുടെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരുന്നത്? മമത്വം. അപ്പൊ ഈ മമത്വം, ഈ മമകാരം ഇല്ലാതാക്കുന്ന ഏക വസ്തുവാണ് മന്ത്രം. ആ മന്ത്രം കൊണ്ട് നമ്മൾ അപ്പൊ അവിടെ എന്താ ഈ ദേവി കൊടുത്തത് അവർക്ക്? ഈ ദേവീ സൂക്തം, ഇല്ലേ? ആ മമകാരത്തെ ഇല്ലാതാക്കാൻ അവര് ദേവീ സൂക്തം ജപിച്ച് അവര് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി. അതുപോലെ നമ്മളും എന്തിലൊക്കെയാണോ നമ്മുടെ മനസ്സ് മമത്വത്തിലിരിക്കുന്നത്, ഈ മന്ത്രം കൊണ്ട്, ഈ ലളിതാ ത്രിപുരസുന്ദരിയുടെ മഹാമന്ത്രം, ഈ അഹംബോധത്തെ മഹത്താക്കി തീരുന്ന ആ ഒരു മന്ത്രം കൊണ്ട് ഈ മമകാരത്തെ ഇല്ലാതാക്കി നമ്മൾ എന്ത് ചെയ്യണം? അവിദ്യ ഇല്ലാതാക്കണം, മനനം കൊണ്ട് തരണം ചെയ്യണം.
അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സാധാരണഗതിയില് വേദങ്ങൾ പറയുമ്പോഴും തന്ത്രശാസ്ത്രം പറയുമ്പോഴും രണ്ടെണ്ണം പറയണ്ട. സത്യം വദിഷ്യാമി, ഋതം വദിഷ്യാമി എന്ന് പറയും ഇല്ലേ? മന്ത്രങ്ങൾക്കെല്ലാം രണ്ട് കാര്യങ്ങളുണ്ട്. സത്യം എന്ന് പറയുന്നത് എന്താ? സത്യം നമ്മൾ കാണപ്പെടുന്നതാണ്. നമ്മൾ എന്ത് കണ്ണുകൊണ്ട് കാണുന്നോ അതിനെ നമുക്ക് സത്യം എന്ന് പറയാം. അപ്പൊ പറയാം, എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ വിശ്വസിക്കാണ്ടിരിക്കില്ല, എന്റെ കണ്ണ് സത്യമാണ് പറയണത് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? അപ്പൊ കാണപ്പെടുന്നതെല്ലാം സത്യം. ഋതം എന്ന് പറഞ്ഞാൽ എന്താ? ഋതം എന്ന് പറഞ്ഞാൽ കാണാത്തത്. പക്ഷെ നമുക്കറിയാം അത് ഉണ്ടെന്ന്. നമുക്ക് പ്രാണനുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ എന്തോ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ മരിച്ചു എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ശരീരം പോയി എന്ന് പറയുന്നത്, നമ്മൾ മൃതമായി എന്ന് പറയുന്നത് എന്തോ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ടെന്ന് അറിയാം. നമ്മുടെ ഫ്രിഡ്ജിനെ പ്രവർത്തിപ്പിക്കുന്ന, നമ്മുടെ ഫാൻ പ്രവർത്തിക്കുന്നത് അത് നമുക്കറിയാം ഇലക്ട്രിസിറ്റി കൊണ്ടാണ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇലക്ട്രിസിറ്റി പല നാമരൂപങ്ങളിലൂടെ വരുമ്പോൾ ഗീസറായിട്ട്, ഫ്രിഡ്ജായിട്ട്, ലൈറ്റായിട്ട് പല പല രൂപങ്ങളിൽ വരുന്നു. അതുപോലെ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ജീവശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ജീവശക്തി പോകുമ്പോൾ നമ്മുടെ പ്രവർത്തന രഹിതമായിരിക്കുന്ന ശരീരം അവിടെ വീണു പോകും എന്ന് നമുക്കറിയാം. അപ്പൊ ഇതിനെ നമുക്ക് കാണാൻ പറ്റില്ല, ഒരിക്കലും അനുഭവിക്കാനേ പറ്റുള്ളൂ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ബുദ്ധിയില്, പക്ഷെ അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ഋതം എന്ന് പറയുന്നത്. ഈ സത്യം വദിഷ്യാമി, സത്യം കാണുന്നതാണ്, ഋതം കാണുന്നില്ല, പക്ഷെ അത് ഉണ്ട്. അതിനെയാണ് ഈ പ്രപഞ്ചത്തിന് ചലനമുണ്ട്, ഭൂമി കറങ്ങുന്നുണ്ട്, ഇവയെല്ലാം ഋതങ്ങളാണ്. അപ്പൊ നമുക്ക് ഋതം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണപ്പെടാത്ത ഒന്നും ഉണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ 24 മണിക്കൂറും ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടി കറങ്ങണു. ഈ പ്രപഞ്ചത്തിൽ എല്ലാ കർമ്മങ്ങളും നടക്കുന്നു. ഇതിന്റെ പിറകിലുള്ള ശക്തി ആര്? നമുക്ക് കാണുന്നില്ലേ? വൈകുന്നേരമാകണു, രാത്രിയാകണു, സൂര്യൻ പോകുന്നു, ചന്ദ്രൻ വരുന്നു, നക്ഷത്രങ്ങൾ വരുന്നു, കാറ്റ് വീശുന്നു. ഇത് നമ്മുടെ കഴിവ് കൊണ്ടാണോ വരുന്നത്? അല്ല. അപ്പൊ ഇത് ഈ പ്രവർത്തിപ്പിക്കുന്ന ശക്തി, ആ ശക്തിക്ക് ഒരു സറണ്ടർ, അതാണ് ഋതം വദിഷ്യാമി. അപ്പൊ നമ്മൾ ഋതമുണ്ട് നമുക്ക് പ്രപഞ്ചത്തോട്, നമ്മൾ ഈ കാണാത്ത ശക്തിയോട്, നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതിനോട്. അപ്പൊ ഈ ഋതം, അത് മാത്രമല്ല, ഇതിനെല്ലാം ഒരു താളവും ഉണ്ടല്ലേ? അതിനെയും ഋതം എന്ന് പറയുന്നു. ഇത് ഋതം, എന്ന് പറയുന്ന രണ്ടുണ്ട്, മറ്റത് ഋതം, RHY. അപ്പൊ അത് ഋതം, അതിനൊരു താളം, അതാണ് മന്ത്രം. അപ്പൊ ഈ മന്ത്രം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണോ കണ്ണുകൊണ്ട് കാണപ്പെടുന്നത് സത്യമാണെങ്കിൽ, നമ്മൾ ഈ ഋതം എന്ന് പറയുന്നത് കാണപ്പെടാത്ത വസ്തുക്കൾക്കുള്ള സമർപ്പണം, അതിനെയാണ് നമ്മൾ മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രത്തെ കാണാൻ പറ്റില്ല, പക്ഷെ മന്ത്രത്തിന് ദേവതയുണ്ട്. ആ ദേവതയിലൂടെ നമ്മൾ അവിടെ സമർപ്പണം ചെയ്യുക. നമുക്ക് കാണുന്നതിനെ മാത്രമേ സത്യം എന്ന് പറയാൻ പറ്റൂല, കാരണം കാണുന്നത് ഒന്നും സത്യമല്ല, അതാണ് സത്യം. ഈ ഋതമാണ് സത്യം. അപ്പം നമ്മൾ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന പോലെ ഈ കാണപ്പെടാത്ത വസ്തുവിന് നമുക്ക് സമർപ്പണം കൊടുക്കുന്നത് എന്തിലൂടെയാണ്? മന്ത്രത്തിലൂടെ. മന്ത്രത്തിലൂടെ മാത്രമേ അവരുടെ മന്ത്രശരീരത്തെ നമുക്ക് തൊട്ടറിയാൻ പറ്റൂ. നമുക്ക് ശരീരം ഇരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒപ്പേക്കായിരിക്കുന്ന ഈ ശരീരം എല്ലാത്തിനും തടസ്സമാണ്. നമുക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാനേ പറ്റുമോ, പക്ഷെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനനം ചെയ്ത് മമത്വത്തെ ഇല്ലാതാക്കി എന്ത് ചെയ്യണം? ഈ ഋതം ചെയ്യണം. നമുക്ക് ഇതിനെ സമർപ്പിക്കണം. ഏതുകൊണ്ട്? മന്ത്രം കൊണ്ട്. ഈ പ്രപഞ്ച സൃഷ്ടിയിലിരിക്കുന്ന 33 കോടി ദേവകള് എല്ലാവർക്കും നമ്മള് ഋതമുണ്ട്, നമുക്ക് അവർക്ക് സമർപ്പണമുണ്ട്. ഈ ഏതിലൂടെ നമുക്കത് കൊടുക്കാൻ പറ്റൂ? മന്ത്രത്തിലൂടെ. അപ്പൊ ഏറ്റവും വലിയ മന്ത്രം ഏതെന്ന് ചോദിച്ചാൽ പ്രണവ മന്ത്രം, ഓംകാരം. അതുകൊണ്ടാണ് എല്ലാ മന്ത്രത്തിന്റെ മുമ്പിലും പ്രണവം ചേർക്കുന്നത്. കാരണം ഈ കാണപ്പെടുന്നത് എല്ലാം ഈ ശിവനാണ്. ഈ ശക്തിയിലൂടെ ഈ പ്രപഞ്ചം, ഈ വിശ്വമായിട്ട് തീരുന്നത്. ഈ നാദങ്ങളെല്ലാം തന്നെ എന്താ? ആ സോഴ്സില്, ആ ഒരു യഥാർത്ഥത്തിൽ എന്താണ്? പ്രണവമാണ്, ഓംകാരമാണ്. ഓംകാരം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, ബ്രഹ്മത്തിന്റെ ശബ്ദമാണ്. ആ ശബ്ദ തരംഗങ്ങളാണ് നമ്മളെ നിലനിർത്തുന്നത്. അപ്പൊ ശരീരം എന്ന് പറയുന്നത് താളം, അതായത് പ്രപഞ്ചതാളം, ശരീരതാളം, ഇത് രണ്ടും തമ്മിൽ വളരെ പാരസ്പര്യമുണ്ട്. നമ്മൾ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ നാദത്തിലൂടെയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ഉയർന്ന തലം ഏതാണെന്ന് ചോദിച്ചാൽ മന്ത്രം. ആ മന്ത്ര സ്വരൂപത്തിൽ മാത്രമേ നമുക്ക് ദേവതയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അശ്വാരൂഢയെ പോലെ, ആ ഒരു പടക്കുതിരയെ പോലെ 5 ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് സഞ്ചരിക്കുന്ന ആ ഒരു
അശ്വങ്ങളെ നിയന്ത്രിക്കാൻ അശ്വാരൂഢയായിരിക്കുന്ന അമ്മയെ നമ്മൾ അവിടെ ഇരുത്തണം. അത് മന്ത്രത്തിന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. കാരണം ഏത് മന്ത്രം ജപിച്ചാലും നമ്മൾ എത്തുന്നത് പ്രണവ മന്ത്രത്തിലാണ്. അകാര ഉകാരം അകാരങ്ങളാകുന്ന ബ്രഹ്മമാണ് ഈ 51 അക്ഷരങ്ങളായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അകാരാന്ത ക്ഷകാരാന്ത സ്വരൂപിണിയെ നമാന്ന് നമ്മൾ പറയുന്നത്. അമ്മയുടെ 51 അക്ഷരങ്ങൾ 51 മന്ത്രങ്ങളാണ്. ഈ മന്ത്രത്തിന് ഒരിക്കലും നാശമില്ല, അക്ഷരങ്ങൾക്ക് നാശമില്ല. പ്രപഞ്ചത്തിൽ എന്നും നമ്മുടെ വാക്കുകൾ നിലനിൽക്കും. ആ വാക്കുകൾക്കനുസരിച്ച് ജന്മങ്ങൾ കിട്ടും. ഓരോന്നും നമ്മൾ ചുമ്മാ വഴി കൂടെ പോയ ഒരാൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ജന്മത്തിൽ ആ വാക്കുകൾ അവിടെ അവർക്ക് കൊടുത്തിരുന്നു. അപ്പൊ എല്ലാം നമ്മുടെ എന്ത് എറിയുന്നോ അത് തിരിച്ചു വരും. ഫോർ എവറി ആക്ഷൻ അല്ലെ, നമ്മുടെ ആ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, കൂടുതലും ഇല്ല കുറവും ഇല്ല. അപ്പൊ ഇതിന്റെ ഉത്തരം ഇനി ചോദിച്ചേക്കരുത്. കാരണം എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു, നമ്മൾ കൊടുത്തു, നമുക്ക് കിട്ടി. അപ്പൊ ഈ കിട്ടിയത് ഇനി എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു വിടണം, ചാനലൈസ് ചെയ്യണം. കാരണം നമ്മൾ ഉപാസകരാണ്. ആരുടെ? പ്രപഞ്ചേശ്വരിയായിരിക്കണം അമ്മയുടെ, ലളിതാ പരമേശ്വരിയുടെ ഉപാസകര്. നല്ല വാക്കുകൾ, നമുക്ക് ഋതമുണ്ട്. ആ ഒരു സത്യം വദിഷ്യാമി, എല്ലാത്തിന്റെയും അവസാനം വേദമന്ത്രങ്ങൾ പറയണു, ഞാൻ സത്യം പറയുന്നു, സത്യം ചെയ്യാം, ഋതം വദിഷ്യാമി. രണ്ട്, നമ്മൾക്ക് ഈ ഒരു കാണാത്ത വസ്തുവിനോട് ഒരു സമർപ്പണമുണ്ട്. അതാണ് മന്ത്രത്തിലൂടെ നമ്മൾ സമർപ്പിക്കുന്നത്. നമുക്കത് കുറച്ചും കൂടെ ഇതിനെ എന്താ പറയാ, ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലേ ഈ ലളിതാ സഹസ്രനാമത്തിന്റെ 1000 മന്ത്രങ്ങള് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇനി ഇതിന്റെ കൂടെ ചേർത്ത് പറയാൻ പോകുന്നത്. കാരണം ഈ സപ്തധാതുക്കളായിരിക്കുന്ന, മനസ്സായിരിക്കുന്ന എല്ലാം ഈ ശബ്ദ തരംഗങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ഡാകിനി, ലാകിനി, ശാകിനി, സപ്തധാതുക്കള്, സപ്തമന്ത്രങ്ങള് എല്ലാം നമ്മുടെ ശരീരത്തിൽ ഇരിക്കുക. ഇത് ഓരോന്നും ജപിക്കുമ്പോൾ, അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം ഓടി നടന്ന് ജപിക്കരുത്. ഒരിടത്തിരുന്ന് ഒരു 20 മിനിറ്റെങ്കിലും എടുത്ത് വ്യക്തമായിട്ട് മനസ്സിൽ പറഞ്ഞ് ജപിച്ചു പോവുക. അത് നമ്മുടെ ശരീരത്തിൽ തരംഗങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് പഞ്ചദശി ജപിക്കുന്ന ശരീരങ്ങളിൽ. അപ്പൊ ഈ ദേവി ആവിർഭൂതയായി നമ്മുടെ ഉള്ളിലെ ചിദഗ്നി കുണ്ടത്തിൽ തന്നെ വന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ദേവന്മാരെ, ഇന്ദ്രിയങ്ങളെ, നമ്മുടെ പോസിറ്റീവ്നെസ്സിനെ സംരക്ഷിക്കാൻ അമ്മ സദാ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം ഇല്ലേ നമ്മൾ അസുരന്മാരുടെ പിടിയിൽ പെട്ടുപോകും. അപ്പൊ ദേവി നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നാളെ നമുക്കിത് വീണ്ടും ബാക്കി കാണാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.